ആത്മോപദേശ ശതകം ജ്ഞാനയജ്ഞത്തിൻ്റെ 7ാമത് ദിവസത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത് 60ാമത്തെ പദ്യത്തിലാണ്. 60ാമത്തെ പദ്യം, അറിവിനെയും മമതയ്ക്ക് അധീനമാക്കിക്കൊണ്ട് പറയും നമ്മൾ ഇങ്ങനെ പരമാർത്ഥം അറിയാത്തതുകൊണ്ട്, പക്ഷേ ആ പരതത്വം എന്ന പോലെ അറിവ് അറിയുന്നവന് അന്യം ആകുന്നില്ല. അവിടെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും എൻ്റെ എന്ന് പറയുന്നിടത്താണ് നമുക്ക് എന്ത് വരുന്നത്? മമത വരുന്നത്. ഞാനും എൻ്റേതും. ശങ്കരാചാര്യ പറയുന്ന പോലെ അഹവും അസ്മിതയും. നമ്മൾ അങ്ങനെയാണ് ഈ ലോകത്തെ അറിയുക. അപ്പോൾ ഗുരു ഇവിടെ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ തിരുത്തി. എന്താണ് ആ തെറ്റിദ്ധാരണ? എൻ്റെ പേന, എൻ്റെ ഗ്ലാസ്, അല്ലെങ്കിൽ എൻ്റെ കണ്ണട, എൻ്റെ വസ്ത്രം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മളൊരു വലിയ തെറ്റിദ്ധാരണ മൂലമാണ് എന്ത് പറയുന്നത്? എൻ്റെ അറിവ് എന്ന് പറയുന്നത്. അത് തെറ്റാണ്. കാരണം അറിവ് എന്നത്, അറിവെന്ന് വെച്ചാൽ നമ്മൾ അറിയുന്ന ഗ്രന്ഥത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള ഭൗതികമായ ജ്ഞാനമല്ല. യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം ഒരിക്കലും എന്നിൽ നിന്ന് അന്യമല്ല. അത് രണ്ടല്ല. പിന്നെ അതെന്താണ് എന്നറിയാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ എൻ്റെ അറിവ് എന്ന് റെഫർ ചെയ്യുന്നത്. അവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. കാരണം എൻ്റെ എന്ന് പറയുന്നതൊന്നും ആരല്ല? ഞാനല്ല. എൻ്റെ എന്ന് നമ്മൾ എന്തിനെ റെഫർ ചെയ്യുന്നു അതൊന്നും ഒരിക്കലും ഞാനല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ വേദന ഉണ്ടെങ്കിൽ എന്താ പറയുക? എൻ്റെ ശരീരം വേദനിക്കുന്നു, എൻ്റെ ശരീരം എന്ന് നമ്മൾ ശരീരത്തെ റെഫർ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ശരീരം ഞാൻ അല്ല. എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ കൈ, എൻ്റെ കാല്, ഇങ്ങനെ നമ്മൾ ഓരോ അവയവത്തെയും പിരിച്ച് എൻ്റെ എന്ന് അവകാശപ്പെടും. അങ്ങനെ അവകാശപ്പെടുന്ന യാതൊന്നും തന്നെ എന്തല്ല? ഞാൻ അല്ല. അപ്പോൾ എൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ അത് ഞാനല്ല. പക്ഷെ സത്യത്തിൽ എൻ്റെ അറിവ് എന്ന് പറയാൻ പാടില്ല, ഞാൻ എന്ന് മാത്രമേ പറയാവൂ. കാരണം ആ പരതത്വം ഒരിക്കലും എന്നിൽ നിന്ന് അന്യമല്ല. അറിവും അറിയുന്നവനും രണ്ടല്ല, അത് രണ്ടും ഒന്നാണ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇനി ഗുരു അത് കൂടുതൽ വിശദമാക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞു, ആത്മബോധ ശതകത്തിൻ്റെ ഉത്തരാർദ്ധത്തിൽ വരുന്ന പദ്യങ്ങളൊക്കെ ഗുരു ആറ്റിക്കുറുക്കി ഇങ്ങനെ തത്വം തന്നെയായിട്ട് എഴുതി വച്ചിരിക്കുക. ശരിക്കും ക്ഷീരബല 101 ആവർത്തിക്കുക എന്നൊക്കെ പറയില്ലേ? ഇത് ആവർത്തിക്കും തോറുമാണ് ഇതിന് ബലം കൂടുന്നത്. ക്ഷീരബല 101 ആവർത്തിച്ചതിന് വളരെ ബലമാണ്. അതുകൊണ്ടാണ് നമ്മളെ എവിടെയൊക്കെ വീഴ്ച ചതവൊക്കെ പറ്റിയാൽ അതൊന്ന് പതുക്കെ തേച്ചാൽ മതി എന്ന് പറയും. അതുപോലെ ആത്മോപദേശ ശതകം ഇവിടെ ഗുരു എന്ത് ചെയ്യുക? ആവർത്തിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് ആറ്റി കുറുക്കി അത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്, ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ. വെളിവിഷയം വിലസുന്ന വേറുവേറായി അളവിടും ഇന്ദ്രിയമാർന്നു തൻ്റെ ധർമ്മം, ജലതയതിങ്ങു ദിഗംബരാദിനാമാ വലിയൊട് ഉയർന്ന് അറിവായി മാറിടുന്നു. വെളിവിഷയം വിലസുന്നു വേറുവേറായി അളവിടും ഇന്ദ്രിയമാർന്ന്. വാക്കുകളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് പതുക്കെ വേണം അതിൻ്റെ ആ ഘടന വിടിയിച്ച് മനസ്സിലാക്കാനായിട്ട്. വെളിവിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ പരവെളി എന്നുള്ള വെളിയല്ല, വെളിവിഷയം, വെളിയിലിരിക്കുന്ന വിഷയം. വെളിയിലിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ, എന്നിൽ നിന്ന് വെളിയിലിരിക്കുന്ന വിഷയങ്ങൾ. നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുന്നത് ഏത് വിധത്തിലാണ്? ബാഹ്യമായിട്ടുള്ള ദൃശ്യരൂപങ്ങളായി, ഗന്ധരൂപങ്ങളായി, അതല്ലെങ്കിൽ രസരൂപങ്ങളൊക്കെ ആയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് പറയാനാകും? ഇരിക്കുന്ന വിഷയങ്ങൾ അത്രയും എന്നിലല്ല. എവിടെയാ? എനിക്ക് വെളിയിലാണ്. അതാണ് വെളിവിഷയം. വെളിയിലിരിക്കുന്നതായ വിഷയം. വിലസുന്നു അതിങ്ങനെ സദാസമയം വിലസിക്കൊണ്ടേയിരിക്കുന്നു. വേറുവേറായി അളവിടും. ആ വിഷയങ്ങൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? വേറുവേറായി പലതായി പിരിച്ച് ഇന്ദ്രിയമാർന്നു തൻ്റെ ധർമ്മം. അതിനെ വേറാക്കി തിരിച്ച് നമ്മളെ അറിയിക്കലാണ് ആരുടെ ജോലി? ഇന്ദ്രിയങ്ങളുടെ ജോലി. മനസ്സിലായില്ല? എന്താ ഇന്ദ്രിയങ്ങൾ ചെയ്യുന്നത്? ചെവി എന്ന ഇന്ദ്രിയം പോയിട്ട് ഏതിനെ പിടിച്ചുകൊണ്ടുവരും? ശബ്ദത്തെ പിടിച്ചുകൊണ്ടുവരും. കണ്ണെന്തിനെ പിടിച്ചുകൊണ്ടുവരും? ദൃശ്യത്തെ പിടിച്ചുകൊണ്ടുവരും. ത്വക്ക് എന്തിനെ പിടിച്ചുകൊണ്ടുവരും?
സ്പർശത്തെ പിടിച്ചുകൊണ്ടുവരും. നാക്ക് രസത്തെയും മൂക്ക് ഗന്ധത്തെയും നമ്മളിലേക്ക് കൊണ്ടുവരും. ഈ 5 അനുഭവങ്ങളല്ലാതെ ആറാമതൊരനുഭവം ഇല്ല. അപ്പം നമ്മുടെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതും പഞ്ചഭൂതങ്ങളെ കൊണ്ട് തീർത്ത പ്രപഞ്ചം വെളിയിലാണ് വിഷയരൂപേണ വർത്തിക്കുന്നത്. ആ വിഷയരൂപങ്ങളിൽ വർത്തിക്കുന്ന ഈ പ്രപഞ്ചത്തെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വേറുവേറാക്കി എന്ന് പറഞ്ഞാൽ പലതാക്കി നമ്മളെ അറിയിച്ചു കൊണ്ടേയിരിക്കും. ഇതാരുടെ ധർമ്മമാണ്? ഇന്ദ്രിയങ്ങളുടെ ധർമ്മമാണ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ ഈ 5 വിഷയങ്ങളെയും 5 ഇന്ദ്രിയങ്ങളിലൂടെ അറിയുമ്പോൾ അറിയുന്നവനാരാ? ഒന്ന്. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ അതിനെ 5 ഇന്ദ്രിയങ്ങളിലൂടെ അത് കടന്നകത്ത് വരുമ്പോൾ അതറിയുന്നവൻ ഒരേ ഒരാൾ അല്ലേ? നമ്മളങ്ങനെയല്ലേ പറയുക? ഞാൻ കണ്ണുകൊണ്ട് കണ്ടു. ആര് കണ്ടു? ഞാൻ കണ്ടു. ഞാൻ കാതുകൊണ്ട് കേട്ടു. ആര് കേട്ടു? ഞാൻ കേട്ടു. ഞാൻ തൊക്കുകൊണ്ട് സ്പർശിച്ചു. ആര് സ്പർശിച്ചു? ഞാൻ സ്പർശിച്ചു. ഞാൻ നാക്കുകൊണ്ട് രുചിച്ചു. ഞാൻ മൂക്കുകൊണ്ട് മണത്തു. അപ്പോൾ മൂക്ക്, നാക്ക്, തൊക്ക്, കാത്, കണ്ണ് എന്നതെല്ലാം എന്തായിട്ട് മാറി? ഉപകരണമായിട്ട് മാറി. ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ച വിഷയങ്ങളെ, വെളിയിലിരിക്കുന്ന പ്രപഞ്ച വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേയൊരു ഞാൻ. അപ്പോൾ ഈ 5 അനുഭവങ്ങളും എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ എനിക്ക് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? അത് 2 വിധത്തിലായിട്ട് കുറയും. ഒന്നുകിൽ അതെനിക്ക് പ്രിയാവും, അല്ലെങ്കിൽ അതെനിക്ക് അപ്രിയാവും. അല്ലാതെ ഇതിനെ വേറായിട്ട് നമ്മൾ അറിയില്ല. അപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളതിൻ്റെ ഏത് ഘടകത്തെയാണ് നമ്മൾ കൂടുതൽ വില കൊടുക്കുന്നത്? അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ രസം. പക്ഷേ എന്ത് വേണം? ആ ടേസ്റ്റിനെ അറിയണമെങ്കിൽ ഗന്ധം കൂടി വേണം. അതിനല്ലേ നമ്മളുള്ള മസാലയും ഏലക്കായും ഇതൊക്കെ ചതച്ചിട്ട് കുടൽ കേടാക്കണ സകലതും അതിൻ്റെ കൂടെ ചേർക്കുന്നത്. എന്താ കാരണം? ടേസ്റ്റ് വേണം. നമ്മൾ പറയില്ല, ജലദോഷമൊക്കെ വരുമ്പോൾ എന്താ പറയുക? എനിക്ക് എന്തോ ആഹാരത്തിനോട് ഒരു ഇതും തോന്നണില്ല. എന്താ കാരണം? എന്തുകൊണ്ടാണ്? നാക്കിന് ജലദോഷമില്ല. ജലദോഷമുള്ളത് എവിടെയാണ്? മൂക്കിനാണ് അനുഭവപ്പെടുന്നത്. പക്ഷെ നമ്മൾ എന്ത് പറയും? എനിക്ക് എന്തോ ഒരു ഇതും തോന്നണില്ല, ഒരു ടേസ്റ്റും തോന്നണില്ല. എന്തുകൊണ്ടത്? ഗന്ധം അവിടെ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ചില അനുഭവങ്ങളിലൊക്കെ തന്നെയും ഈ 5 ഇന്ദ്രിയങ്ങളും ഒരുമിച്ച് ചേർന്നുണ്ടാകുന്ന ഒരു സംഘാത രൂപത്തിലാണ് നമുക്ക് അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 5 വിധത്തിൽ വെളിയിലുള്ള വിഷയങ്ങളെ വേറാക്കി അളവിടുന്ന് പറഞ്ഞാൽ എന്താ? അളന്ന് കൊണ്ടുവന്നിടുകയാണ് ആരുടെ ജോലി? ഇന്ദ്രിയങ്ങളുടെ ജോലി. വേറായിട്ട് അളന്നു കൊണ്ടുവന്നിടും. പക്ഷെ അളന്നിടുന്നത് എവിടെയാണ്? ഒരേ സത്തയിൽ. മനസ്സിലായോ? അപ്പം അങ്ങനെ ഇന്ദ്രിയമാർന്നു തൻ്റെ ധർമ്മം. അതാണ് ഇന്ദ്രിയങ്ങളുടെ ധർമ്മം. ദിഗംബരാദി നാമാവലിയുടെ ഉയർന്ന് അറിവായി മാറുന്നു. ജളത എന്ന് വെച്ചാൽ ജഡത, ജാഡ്യം, ജഡത. സത്തയില്ലാത്തതൊക്കെ എന്താണ്? ജഡങ്ങളാണ്. നമ്മൾ എണ്ണി മാറ്റുമ്പോൾ അവസാനം സത്യം പറഞ്ഞ ഒന്നും അവശേഷിക്കില്ല. അതാണ് ഗുരു പറഞ്ഞത്, എണ്ണി മാറ്റാൻ സാധിക്കുന്നത്, അളന്ന് മാറ്റാൻ സാധിക്കുന്നതൊക്കെ ജഡമാണ്. സത്തയെ ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റില്ല, എണ്ണാൻ പറ്റില്ല. അപ്പോൾ ജഡത അത് ഇവിടെ ഈ പറയുന്ന വസ്തുക്കളെല്ലാം തന്നെ ജഡങ്ങളാണ്. അവ ദിഗംബരാദിനാമാവലിയോട് ഉയർന്ന് അറിവായി മാറുന്നു. ദിഗംബരാദിനാമം, ദിഗംബരം എന്ന് പറഞ്ഞാൽ എന്താ? ദിക്ക്, ആകാശം എന്ന് തുടങ്ങിയ നാമരൂപങ്ങളോടുകൂടി അറിവായിട്ട് മാറുന്നു. കാരണം ഇതെല്ലാം തന്നെ എന്തിൽ ചെന്ന് ചേരും? നമുക്കൊരിക്കലും ഇത് ചിത്ത്, ഇത് ജഡം എന്ന് കമ്പാർട്ട്മെൻ്റലായിട്ട് തിരിക്കാൻ പറ്റില്ല. എന്താ കാരണം? ജഡങ്ങളെല്ലാം തന്നെ എന്തിൻ്റെ ഭാഗം തന്നെയാണ്? ചിത്തിൻ്റെ ഭാഗം മാത്രമാണ്. കാരണം ഈ ആദിമസത്തയിൽ ഉൾപ്പെടാത്തതായിട്ട് യാതൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. അങ്ങനെ എണ്ണി മാറ്റുകയാണെങ്കിൽ അവസാനം നമ്മൾ ചെന്നെത്ത് എവിടെയായിരിക്കും? അടിയിടും ആദിമസത്ത.
ഉള്ളത്. ബാക്കി ഇവിടെ നമ്മൾ കണ്ടുവരുന്നതെല്ലാം എന്താണ്? ജഡമാണ്. അത് തന്നെ ഗുരു പറയുന്നത്. കാരണം നമ്മൾ ആദ്യം നമ്മളോട് പറഞ്ഞു വെച്ച അതേ കാര്യങ്ങളാണ് ഗുരു ആവർത്തിച്ച് നമ്മളോട് ഉറപ്പിച്ച് തരുന്നത്. അപ്പം അതെല്ലാം ജഡമാണ്. ദിഗംബരാദി നാമാവലിയോട് ഉയർന്ന് ദിക്ക് അമ്പരം. ദിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിത് കിഴക്കാണ്, അത് പടിഞ്ഞാറാണ്, ഇത് തെക്കാണ്, ഇത് വടക്കാണ് അല്ലേ? ദിക്കിനെ ആധാരമാക്കുന്നത് ആരാ? സൂര്യൻ എവിടെ നിൽക്കുന്നോ അത് നമുക്ക് കിഴക്ക്. ഇത് നാളെ സൂര്യൻ വിചാരിക്കുകയാണ് പറ്റിച്ചേ എന്നും പറഞ്ഞ് സൂര്യൻ പടിഞ്ഞാറെങ്ങാനും ഉദിച്ചാൽ നമുക്ക് കിഴക്ക് ഏതാവും? പടിഞ്ഞാറാവും. തെക്കെങ്ങാനും ഉദിച്ചാൽ നമുക്കത് കിഴക്കാവും. മനസ്സിലായോ? നമ്മൾ ആ ഒരു സൂര്യൻ എവിടെ നിൽക്കുന്നു എന്നത് വെച്ചാണ് നമ്മൾ ഈ ദിക്കുകൾ നിർണയിച്ചിട്ടുള്ളത്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്, അതിൻ്റെ നേരെ എതിർദശയിൽ വരുന്നത് പടിഞ്ഞാറാണ്, അതിൻ്റെ വലതുവശത്ത് വരുന്നത് തെക്കും, ഇടതുവശത്ത് വരുന്നത് വടക്കും. ഇങ്ങനെ നമ്മൾ തിരിച്ചു വെച്ചിരിക്കുകയാണ് ദിക്കുകൾ. അപ്പോൾ ആ ദിക്കുകളൊരു ഭ്രമമാണ്. പിന്നെയോ ആകാശം തുടങ്ങിയവ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ദിഗംബരാദി. ഗുരു ഒരു കുഞ്ഞു വാക്ക് ഉപയോഗിക്കണം, ദി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ ആ ദിയിൽ എന്തൊക്കെ വരും? പഞ്ചഭൂതങ്ങളും അതിനോട് ചേർന്ന് വരുന്ന സകലതും ആ ആദിയിൽ ഗുരു ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദിഗംബരാദി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാണുന്ന ദിക്കുകൾ ഭ്രമമാണ്. നമുക്കൊരു മൂടി പോലെ തോന്നുന്ന ആകാശം ഭ്രമമാണ്. ആകാശം മാത്രമല്ല, വായുഭ്രമമാണ്, അതുപോലെ ഭൂമി ഭ്രമമാണ്, ജലം ഭ്രമമാണ്, അഗ്നി ഭ്രമമാണ്. പറഞ്ഞു ധര മുതലായവ ഒന്നും ഇല്ല. ഇതെല്ലാം എന്തിനു വേണ്ടി സംഭവിക്കുന്നതാണ്? നമ്മളൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗുരു ഈ രണ്ടാമത്തെ ഭാഗം എഴുതിയിൽ. എന്താ ഇതെല്ലാം എന്തിനു വേണ്ടിയാ? ഈ പറയുന്ന അറിവ് നിജസ്ഥിതി ഇങ്ങ് അറിഞ്ഞിടാനായി അലാദസമം കറങ്ങുമ്പോഴാണ് നമുക്ക് എന്ത് തോന്നുന്നത്? ഇത് ഭൂമിയാണ്, ഇത് ആകാശമാണ്, ഇത് വായുവാണ്, ഇത് ജലമാണ്, ഇത് ഭൂമിയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് തോന്നുന്നത് ഈ പറയുന്ന നിജസ്ഥിതി അറിയാൻ വേണ്ടി ഈ അറിവ് സ്വയം അലാദ വലയം പോലെ കറങ്ങുന്നത് കൊണ്ടാണ്. ആ കാര്യം തന്നെ ഇവിടെ ഗുരു പറയുന്നത്. ജലദയതിങ്ങു ദിഗംബരാദി നാമാവലിയോട് ഉയർന്ന് അറിവായി മാറിടുന്നു. ഈ നാമാവലികളൊക്കെ തന്നെയും, ഏത് നാമാവലികൾ? ദിക്ക്, ആകാശം തുടങ്ങിയിട്ടുള്ളതായ ഈ നാമാവലികളൊക്കെ അവസാനം ഉയർന്നിട്ട് എന്തായിട്ട് മാറും? എല്ലാം അറിവായിട്ട് മാറും. കാരണം ഇതൊക്കെ കെട്ടുപോകും, ഇന്നല്ലെങ്കിൽ നാളെ കെട്ടുപോകും. ഇന്നലെ നമ്മൾ പറഞ്ഞു, അത് ഭൂമി ഉണ്ടായി വന്നതാണ്. ഉണ്ടായി വന്നതൊക്കെ ഒടുവിൽ ഇല്ലാതായി പോകും, ഒരു സംശയമില്ല. ഉണ്ടായതൊക്കെ നശിക്കും, ജനിച്ചതെല്ലാം മരിക്കും, ഒരു സംശയമില്ലാത്ത കാര്യം അത്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം തന്നെ അവസാനം ഉയർന്നറിവായി മാറിടുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നാമരൂപാദികളായി നാം ഈ പ്രപഞ്ചത്തിൽ വ്യവഹരിക്കുന്നതായ സകലതും എല്ലാതും തന്നെ അവസാനം എന്തായിട്ട് മാറും? ഉയർന്ന് അറിവായിട്ട് മാറും. ഞാനിവിടെ കുമാരനാശാൻ പ്രരോദനത്തിലെ ഒരു വന്ദനം എഴുതിയിട്ടുണ്ട്, നമ്മളൊക്കെ വായിച്ച് കാണും. പക്ഷേ ഗുരുവിൻ്റെ ഈ പറയുന്ന ഭാഗത്തോട് അത് വളരെ ചേർന്ന് പോകുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ആകാശങ്ങളെ അണ്ടരാശിയുടെ ഭക്ഷിക്കുമാകാശമായി ഈ കാണും സഹസ്രരശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി ശോകാശങ്കയെഴാത്ത ശുദ്ധസുഖവും ദുഃഖീകരിക്കുന്നതാം ഏകാന്ത അദ്വയ ശാന്തിഭൂവിനെ നമസ്കാരമേ. ഈ പറഞ്ഞതൊക്കെ അതിലുണ്ട്. കാരണം കുമാരനാശാൻ ആരാ? ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു, പിന്നെ പെണ്ണ് കെട്ടിയതേ ഉള്ളൂ. കുമാരനാശാൻ സ്വയം സച്ചിദാനന്ദ സ്വാമി എന്ന് പേരും കൊടുത്ത് നമ്മളെല്ലാം ചിന്നസ്വാമി എന്ന് വിളിപ്പിച്ചുകൊണ്ട് ഗുരുവിൻ്റെ പുറകെ നടന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഗുരുവിൻ്റെ ആത്മതത്വം ആത്മജ്ഞാനമൊക്കെ കുറേ പകർന്നു കിട്ടിയിട്ടുണ്ട് കുമാരനാശാൻ. അപ്പം അദ്ദേഹം പ്രരോദനം എഴുതിയപ്പോൾ അതിൽ ഏകാന്ത അദ്വയ ശാന്തിഭൂ, അത് ഓരോ വാക്കും ആശാൻ ഉപയോഗിക്കുന്ന വാക്കിന് ഇതുപോലെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ദാർശനികമായിട്ടുള്ള അർത്ഥമാണത്. ആകാശങ്ങളെ അണ്ടരാശികളോട് ഭക്ഷിക്കും ആകാശമായി. ഈ ആകാശം എന്ന് പറഞ്ഞാൽ ഏതാകാശം? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ആകാശങ്ങളെ പരിചയപ്പെട്ടു. ഒന്ന് ഭൂതാകാശം, ഒന്ന് ഉള്ളിലുള്ള ദഹരാകാശം, മറ്റൊന്ന് ഈ ദഹരാകാശത്തെയും ഭൂതാകാശത്തെയും സർവ അണ്ടകടാഹങ്ങളെയും ഉള്ളിൽ വഹിക്കുന്ന
ചിദാകാശം. ഈ ചിദാകാശത്തെയാണ് ഇവിടെ ആശ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ആകാശങ്ങളെ അണ്ഡരാശികളോട് ഭക്ഷിക്കും ആകാശം. നമ്മൾ ഇന്ന് കാണുന്ന കുഞ്ഞു കുഞ്ഞു ആകാശങ്ങളുണ്ടല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്ലെയിനിൽ വരുമ്പോൾ നമുക്ക് തോന്നും ആകാശം താഴെയുണ്ട് മുകളിലുണ്ട്. അപ്പോൾ ഏതാകാശം താഴെയുള്ളത് ഏതാകാശം മുകളിലുള്ളത് നമുക്കൊരു പിടിയും കിട്ടില്ല. അങ്ങനെ ആകാശം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇല്ലാത്തതാണ്. അത് നാദരൂപത്തിൽ ലയിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഗുരു നമുക്ക് കാണിച്ചു തന്നത്. ആ ആകാശങ്ങളെ അണ്ഡരാശിയോട് ഭക്ഷിക്കും ആകാശം. ആ ആകാശങ്ങളിൽ കിടന്ന് എവിടെയൊക്കെയോ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അണ്ഡകടാഹങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു, അത് കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. അതിലൊരു നക്ഷത്രം മാത്രമാണ് നമുക്ക് വെളിച്ചവും ചൂടും പകർന്നു തരുന്ന സൂര്യൻ. അതുപോലെ എത്രയോ കോടാനുകോടി സൂര്യന്മാരുണ്ട്. ആ കോടാനുകോടി സൂര്യന്മാരുടെ എല്ലാം ചുറ്റും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെപ്പോലുള്ള അനവധി ഗ്രഹങ്ങളുണ്ടാകും. ആ ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങളുണ്ടാകും. ഇതെല്ലാം കൂടി നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിശാലതയാണ് ഈ അണ്ഡകടാഹം എന്ന് പറയുന്ന ആ വാക്കുപോലെ തന്നെയാണ്. ഈ അണ്ഡകടാഹങ്ങളെ മുഴുവൻ ഭക്ഷിക്കുന്ന ആകാശമാണ് ഏതാകാശം? ചിദാകാശം. ആ ആകാശമായി ഈ കാണും സഹസ്രരശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി. നമ്മൾ ഈ കാണുന്ന സൂര്യൻ ഉണ്ടല്ലോ, ആ സൂര്യൻ്റെ രശ്മികളെയും അതുപോലുള്ള 10,000 1 കോടി സൂര്യന്മാരുടെയും രശ്മികളെപ്പോലും എന്താക്കി മാറ്റും? ഈ ചിദാകാശത്തിലെ സൂര്യൻ്റെ രശ്മി ഇരുട്ടാക്കി മാറ്റും. ഇരുട്ടാക്കി മാറ്റും എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇക്കാണാകുന്ന സൂര്യ വെളിച്ചമൊന്നും ആ ചിദാകാശ സൂര്യൻ്റെ മുമ്പിൽ വെളിച്ചം അല്ല. അതിനെയാണ് ഗുരു നമുക്ക് കാണിച്ചു തന്നത്. 1 കോടി ദിവാകരൊത്തുയരുന്നതും 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരുന്ന വിവേകവൃത്തി. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പ്രകാശമൊന്നും പ്രകാശമല്ല. ആ പ്രകാശത്തിൻ്റെ മുമ്പിൽ നമ്മൾ കാണുന്ന പ്രകാശം എന്തായിട്ട് മാറും? ഇരുട്ടായിട്ട് മാറും. അപ്പോൾ ആ പ്രകാശത്തിൻ്റെ ഉജ്ജ്വലത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി ശോകാശങ്ക എഴാത്ത ശുദ്ധസുഖവും ദുഃഖീകരിക്കും. നമ്മളിപ്പോൾ ഇത്തിരി സുഖം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ? നമ്മളൊക്കെ എത്ര പാവങ്ങളാണ്. സുഗതകുമാരി പറഞ്ഞ പോലെ, ഒരു താരകയെ കാണുമ്പോഴത് രാവു മറക്കും, പുതുമഴ കാണെ വരൾച്ച മറക്കും, പാഴ്ച്ചിരി കണ്ട് മൃതിയെ മറന്ന് സുഖിച്ചേ പോകും പാവം മാനവ ഹൃദയം. ശരിക്ക് അത്രയും നമ്മുടെ ആ ഒരു ദയനീയ അവസ്ഥയാണ് ആ കവയത്രി അതിൽ കുറിച്ചിട്ടത്. ഒരു താരകയെ കാണുമ്പോൾ നമ്മളെന്ത് മറക്കും? രാത്രി മറക്കും. പുതുമഴ കാണുമ്പോൾ വരൾച്ച മറക്കും. പാഴ്ച്ചിരി കണ്ട്, പാഴ്ച്ചിരി എന്ന് പറഞ്ഞാൽ ജീവിതം ഒന്ന് പല്ലിളിച്ച് കാണിച്ചാൽ നമ്മൾ എന്തിനെ മറക്കും? അവസാനം ഒരു മരണമുണ്ട് എന്ന് മറക്കും. എന്നിട്ടോ അത് പാഴ്ച്ചിരി കണ്ട് മറന്നേ പോകും പാവം മാനവഹൃദയം. ഇന്നിപ്പോൾ രാവിലത്തെ വിമാനത്താവളത്തിലൊക്കെ വന്ന് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പ്രിയപ്പെട്ടവരെയൊക്കെ കാണാനായിട്ട് അത്ര സുഖമായിട്ട് പ്ലെയിനിൽ കയറിയിരുന്നവരാണ്. ആരെങ്കിലും വിചാരിച്ചോ ഈ യാത്ര ഒടുക്കത്തെ യാത്രയാണെന്ന്? പ്രത്യേകിച്ച് പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് അവർ ബെൽറ്റൊക്കെ മുറുക്കി കാണണം. സീറ്റിൽ നിന്നൊന്നും പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരിക്കലും നമുക്കറിയില്ല അടുത്ത നിമിഷം നമുക്ക് എന്താ സംഭവിക്കുകയെന്ന്. നമ്മൾ എത്ര വലിയ ആളാകട്ടെ, ആരും ആകട്ടെ, നെക്സ്റ്റ് മൂമെൻറ്റിൽ നമുക്ക് എന്തുണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആരായിട്ട് മാറിയേനെ? നമ്മളൊക്കെ ദൈവങ്ങളായിട്ട് മാറിയേനെ. അപ്പോൾ അത്രയും നിസ്സഹായരാണ് നമ്മൾ, നിരാലംബരാണ് നമ്മൾ. ഒരു കുഞ്ഞ് സന്തോഷം കിട്ടിയാൽ ഈ ജീവിതമാകുന്ന മഹാദുഃഖത്തിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് ചിരിക്കും ഇല്ലേ? ഗുരു നിത്യനേതിയുടെ മൗനമന്ദഹാസം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ സെൻ ഗുരുക്കന്മാരുടെ ഒരു കഥ പറയുന്നുണ്ട്. അതിൽ ഗുരു ഈ ജീവിതത്തിൻ്റെ വലിയൊരു പാഠമായിട്ട് ഗുരു മൗനമന്ദഹാസത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് എന്താണെന്ന് വെച്ചാൽ, ഒരാളെ ഒരു കടുവ ഓടിച്ചു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും തോന്നുന്നു. വായിച്ചിട്ടില്ലാത്തവരും കാണുമെന്നത് കൊണ്ടാണ്. കാരണം ഈ ഒരു സന്ദർഭത്തിൽ നമുക്കത് വളരെ പ്രസക്തമാണ്. ഒരു കടുവ ഓടിച്ചു. കടുവ ഓടിച്ചപ്പോൾ ഈ പാവം മനുഷ്യൻ ഓടിയിട്ട് എന്ത് സംഭവിച്ചു? ഒരു പൊട്ടക്കിണറ്റിൽ വന്ന് വീണു. ഈ പൊട്ടക്കിണറ്റിൽ വന്ന് നോക്കിയപ്പോൾ നിർഭാഗ്യത്തിന് ഇയാൾ കിണറിൻ്റെ അടിയിലെത്തിയില്ല. ഒരു കുഞ്ഞ് വേരുമ പിടികിട്ടി. ആ വേരുമ പിടിച്ച് ഇദ്ദേഹം ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ഈ കിണറ്റിൽ. അപ്പോൾ തൂങ്ങിക്കിടക്കുമ്പോഴത്തെ അവസ്ഥ എന്താ അറിയോ? കിണറിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ കടുവ
അലറിക്കൊണ്ട് നിൽക്കുന്നു. താഴേക്ക് നോക്കിയപ്പോഴോ ആ കിണറിൻ്റെ അടിത്തട്ടിൽ മുഴുവൻ വിഷം തുപ്പുന്ന സർപ്പങ്ങൾ. ഇനി അയാളുടെ നിസ്സഹായാവസ്ഥ എന്താ അറിയോ? ഈ തൂങ്ങിക്കിടക്കുന്ന വേരിനെ ഒരു കറുത്ത എലിയും ഒരു വെളുത്ത എലിയും മാറി മാറി വന്ന് കരളും. കുറേ നേരം ഒരു കറുത്ത എലി കരളും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു വെളുത്ത എലി വന്ന് കരളും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഈ വേരറ്റ് താഴെ വീഴാം. താഴെ വീണാലത്തെ അവസ്ഥ എന്താ? അവിടെ വിഷം തുപ്പുന്ന പാമ്പുകളുണ്ട്. ഇനി വല്ലോണം മുകളിലേക്ക് പിടിച്ച് കയറിയാലോ? പുലി ഇങ്ങനെ നോക്കിക്കൊണ്ട് മുകളിൽ നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കുകയാണ് ഇയാൾ. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ പൊട്ടക്കിണറിൻ്റെ മുകളിലേക്ക് ഒരു വൃക്ഷക്കൊമ്പ് നിൽപ്പുണ്ടായിരുന്നു. ആ വൃക്ഷക്കൊമ്പിൽ ഒരു തേനീച്ചക്കൂടുണ്ടായിരുന്നു. അപ്പോൾ കാറ്റ് പതുക്കെ ആ ചില്ലയൊന്ന് പിടിച്ചിളക്കിയപ്പോൾ ഒരു തുള്ളി തേൻ ഈ നിസ്സഹായാവസ്ഥയിൽ കിടക്കുന്ന ഈ പാവം മനുഷ്യൻ്റെ നാക്കിലേക്ക് വീണു. അപ്പോൾ അയാളിങ്ങനെ വായും പൊളിച്ചവും കിടന്നുണ്ടാവും. അവൻ എന്താ ചെയ്യാന്ന് നോക്കിയിട്ട് അവൻ കിടന്നുണ്ടാവുക. അപ്പോൾ ഈ തേൻ വന്ന് നാക്കിൻ്റെ തുമ്പത്ത് വീണപ്പോൾ ഈ മനുഷ്യൻ എന്ത് പറഞ്ഞു എന്നറിയോ? ഹായ്, എന്ത് രസം! എന്താ കിടപ്പ്? ആ കിടപ്പിൽ കിടന്നുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഹായ്, എന്ത് രസം! അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ പ്രാരബ്ധങ്ങളാകുന്ന പ്രാരബ്ധ കർമ്മങ്ങളാകുന്ന കടുവ ഓടിച്ചു കൊണ്ടുവന്ന് ജീവിതത്തിൻ്റെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു. പൊട്ടക്കിണറ്റിൽ നമ്മൾ വന്ന് വീണപ്പോഴോ ഈ ജീവിതത്തിൻ്റെ അവസാനം മരണമാകുന്ന സർപ്പങ്ങളുണ്ട്. നമ്മൾ ഈ തൂങ്ങിക്കിടക്കുന്നത് ഇത്തിരി പോകുന്നൊരു ആയുസ്സുമില്ല. ആയുസ്സാണ് അവിടെ വേര്. ആ വേരിനെ 2 തരം എലികൾ വന്ന് കരണ്ടുകൊണ്ടിരിക്കുന്നു. ഏതാ 2 തരം എലികൾ? രാവും പകലും ആകുന്ന എലി വന്ന് കരളുകയാണ്. ഈ ആയുസ്സാകുന്ന വേര് എപ്പോൾ വേണമെങ്കിൽ അറ്റ് മരണത്തിലേക്ക് വീഴാം. ഇത് എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതം. പക്ഷെ നമ്മളാരും നമ്മുടെ കിടപ്പിനെ കുറിച്ച് നമ്മളാരും ചിന്തിക്കില്ല. അതിൻ്റെ ഇടയിൽ ഒരിറ്റ് തേൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സുഖം. ഒരു ഐസ്ക്രീം കഴിക്കൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് ഹോട്ടലിൽ പോയില്ലേ, അതല്ലെങ്കിൽ ഒരു സിനിമ കാണൽ, അതല്ലെങ്കിൽ നല്ലൊരു സാരി വാങ്ങൽ, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. ഈ സന്തോഷങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു പോവും? ഈ കിടപ്പിൽ ഹായ് എന്ന് പറഞ്ഞു പോകും. അതാണ് നമ്മുടെയൊക്കെ ഒരു നിസ്സഹായ അവസ്ഥ. നമുക്കൊന്നും ശാശ്വതമായിട്ടൊന്നുമില്ല എന്നറിഞ്ഞാലും നമ്മൾ ഈ കാണുന്നതൊക്കെ ശാശ്വതമാണ് എന്നറിഞ്ഞ് സുഖിച്ചേ പോകും പാവം മാനവഹൃദയം. അത് ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ അവസാനം എന്തായിട്ട് മാറണം? ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖദുഃഖങ്ങളൊക്കെ തന്നെയും അവസാനം എന്തായിട്ട് മാറും? അറിവായിട്ട് മാറും. നമ്മളൊരു കുറേ നിറങ്ങളുള്ളൊരു ചക്രം വളരെ സ്പീഡിൽ കറക്കി എന്താവും? അത് വെള്ളയായിട്ട് മാറും. അത് തന്നെ. ഒന്നും വേണ്ട, നമ്മൾ സിനിമ കാണാൻ പോവാറില്ലേ? ഇപ്പം ഇങ്ങനെ ആരും തിയേറ്ററിൽ പോയൊന്നും കാണില്ല അല്ലേ? അല്ല, എന്തായാലും സിനിമ കാണാൻ പോകുമ്പോൾ ഒരു സ്ക്രീൻ വലിച്ച് കെട്ടിയിട്ടുണ്ട്. ആ സ്ക്രീനുമേ ആ സിനിമയിൽ എന്തെല്ലാം രംഗങ്ങൾ വന്ന് മറയും. യുദ്ധം നടക്കും, തീപിടുത്തം നടക്കും, പ്രളയം നടക്കും, എല്ലാം നടക്കും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ പ്രൊജക്ടർ ഓഫാക്കി കഴിഞ്ഞാലോ ഒന്നുമില്ല. അത് തീ പിടിച്ചിട്ടുമില്ല, അത് വെള്ളത്തിൽ നനഞ്ഞിട്ടുമില്ല, അതും ഒരു യുദ്ധവും നടന്നില്ല, ഒരു കലാപവും നടന്നില്ല. അത് ശുദ്ധമായ വെള്ളച്ചിരിയും ചിരിച്ച് നമ്മളെ കളിയാക്കിക്കൊണ്ട് ഇപ്പം മക്കളെ മനസ്സിലായില്ലേ എന്നൊരു ചിരിച്ചുകൊണ്ട് ആ സ്ക്രീൻ അവിടെ നിൽക്കും. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതം. ഇന്ദ്രിയങ്ങളിലൂടെ ഈ അറിവുകളൊക്കെ നമ്മൾ ഇങ്ങനെ വന്ന് ഇതെൻ്റെയാണ്, അതെൻ്റെയാണ്, ഇതെൻ്റെയാണ് അല്ലേ? എത്രയാണ് നമ്മൾ എൻ്റെ എന്ന് പറഞ്ഞ് കൂട്ടുന്നത്? കൊച്ചു സാധനം പോലെ എൻ്റെ ഒരു സാധനം വേറൊരാളെടുത്താൽ അതെൻ്റെയാ, അതെന്തിനാ നീ എടുത്തേ എന്ന് ചോദിക്കും. എല്ലാം എൻ്റെയാ. അങ്ങനെ ഞാൻ എന്നതിൻ്റെ എക്സ്റ്റൻഷനാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എന്ന് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുരു പറഞ്ഞ പോലുള്ള അഹന്തയും ഇതന്തയും, ഇതെൻ്റെ അതാണ് അഹന്തയും ഇതന്തയും. ഇതെല്ലാം ചേർന്ന് നമ്മൾ ഇത്രയും വാശിയൊക്കെ പിടിച്ച് ഗൗരവം പിടിച്ച് ഞരമ്പൊക്കെ വലിച്ചു മുറുക്കി ഇരുന്നിട്ട് എന്താ കാര്യം? അവസാനം എല്ലാ നാമരൂപാദികളും ഉയർന്ന് അറിവായി മാറും. സിനിമ കഴിഞ്ഞ് പ്രൊജക്ടർ ഓഫ് ചെയ്യുമ്പോൾ കാണുന്ന വെളുത്ത സ്ക്രീൻ മാത്രമാണ് സത്യം. ഇതാണ് അടിയിടുന്നതായ പരമസത്ത, എല്ലാറ്റിനും അടിസ്ഥാനമായിട്ടുള്ള പരമസത്ത. അതിലൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഞാൻ എന്തോ ഒരു വലിയൊരു കാര്യമാണ് ചെയ്തത്. പക്ഷെ സത്യത്തിൽ ഒന്നും
ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഗുരു കുറച്ച് കഴിയുമ്പോൾ പറയും അത് അജാതവാദം. ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല, ഒന്നും നിലനിൽക്കുന്നില്ല, ഒന്നും മറഞ്ഞു പോകുന്നില്ല. ആ ഒരു സത്യം നമുക്ക് ബോധിപ്പിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ സിനിമയുടെ സ്ക്രീൻ, നമ്മുടെ തിയേറ്ററിലെ വെളുത്ത സ്ക്രീൻ ഒന്ന് മനസ്സിലോർത്താൽ മതി. അല്ലെങ്കിൽ ഭയങ്കര തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ അത് തീ പിടിക്കണ്ടേ, വേണ്ടേ? വെള്ളപ്പൊക്കം ഉണ്ടായത് കാണിക്കുമ്പോൾ സ്ക്രീൻ മൊത്തം നനഞ്ഞു പോകണ്ടേ? പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ അവിടെ ഒന്നും നടന്നിട്ടുണ്ടാവില്ല. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വരൂപം. അത് നമുക്ക് കാണിച്ചു തരികയാണ്. പക്ഷെ ഇവിടെ കുറച്ച് വാക്കുകൾ, ഇത്തിരി കഠിനം പിടിച്ച വാക്കുകളൊക്കെ ഗുരു ഉപയോഗിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പം. വെളി വിഷയം വിലസുന്നു വേറുവേറായി അളവിടും ഇന്ദ്രിയമാർന്ന് തൻ്റെ ധർമ്മം ജലതയതിങ്ങു ദിഗംബരാതി നാമാവലിയുടെ ഉയർന്ന് അറിവായി മാറുന്നു. നമ്മളീ കാണുന്ന ഏറ്റവും വലിയ പരിധി എന്താ? അതാണ് ഗുരു അത് പറഞ്ഞത്. നമ്മൾ കൊച്ചു കൊച്ചു സാധനങ്ങൾ, ഇപ്പോൾ ഇവിടെ ഈ ടീപ്പോയ്മുള്ള സാധനങ്ങൾ കാണുന്നു, ഈ ഹോളിനകത്തുള്ള സാധനങ്ങൾ കാണുന്നു, ഈ ഗുരുദേവഗിരിയിലുള്ള കെട്ടിടങ്ങളും ക്ഷേത്രങ്ങളൊക്കെ കാണുന്നു. അങ്ങനെ കണ്ട് 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 അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും വിശാലമായ പരിമിതി എന്താ? ആകാശവും നമ്മൾ കാണുന്ന ദിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരിധി, അതാണ് അല്ലേ? അപ്പോൾ ആ പരിധി പോലും ഉയർന്ന് എന്തായിട്ട് മാറും? അറിവായിട്ട് മാറും. പിന്നെ അതിൻ്റെ അകത്തിരിക്കണ തുച്ഛമായിട്ടുള്ള നമ്മുടെ കാര്യം ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ എല്ലാം ഉയർന്ന് അറിവായിട്ട് മാറുന്നു. ഇനി പരവശനായി, ഗുരു ഈ പരവശനും അവശനും എത്ര പ്രാവശ്യമായി പറയണല്ലേ? പരവശനായി പരതത്വം എൻ്റെ അതെൻ്റെന്നോർക്കരുത് അരുതെന്ന് കഥിപ്പതൊന്നിനാലേ വരുമറിവേത് വരാകതിപ്പതാലേ പരമപദം പരിചിന്ത ചെയ്തിടണം. ഇതിങ്ങനെ കേട്ട് സുഖിച്ച് രസിച്ചിങ്ങനെ ഇരുന്നാൽ പോരാന്നാണ് ഗുരു പറയുന്നത്. ഇതിങ്ങനെ കേട്ടോണ്ട് മാത്രം ഒരറിവും വരില്ല, വായിച്ചുകൊണ്ട് മാത്രം ഒരു അറിവും വരില്ല. ഈ ഉള്ളത് 40-ലും ഒഴിവിലൊടുക്കത്തിലൊക്കെ പറയുന്നൊരു ഉപമയുണ്ട്. തേറ്റാമ്പരൽ എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത്രേ. ശരിക്കും അതുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. തേറ്റാമ്പരൽ, ഈ തേറ്റാമ്പരൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളത്തെ അത് ശുദ്ധീകരിക്കുകയും കുറച്ച് കഴിയുമ്പോൾ ആ തേറ്റാമ്പരൽ അതിൽ തന്നെ ലയിച്ചു പോവുകയും ചെയ്യും. അതാണ് അത്ര തേറ്റാമ്പരലിൻ്റെ സ്വഭാവം. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ കുറേ അശുദ്ധജലം ഉണ്ടെങ്കിൽ അതിനെ വൃത്തിയാക്കാൻ തേറ്റാമ്പരൽ തേറ്റാമ്പരൽ എന്ന് പറഞ്ഞാൽ ആ ജലം ശുദ്ധമാകില്ല. എന്ത് വേണം? തേറ്റാമ്പരൽ അതിൽ കൊണ്ടുവന്ന് ഇടണം. അല്ലാതെ വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്നും സത്യമാകില്ല. ഇവിടെ ഗുരു നമ്മളോട് പറയുന്നതാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഉയർന്ന് അറിവായിട്ട് മാറാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. അതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. സാധാരണ പറയും 7 ഭൂമികളിലൂടെ കടന്നു വേണം നമുക്ക് ഈ അറിവിലേക്ക് എത്താൻ. 7 ഭൂമികളെക്കുറിച്ച് യോഗവാസിഷ്ടത്തിൽ പറയുന്നുണ്ട്. യോഗവാസിഷ്ടം എല്ലാവരും കേട്ട് കാണുമല്ലോ, വായിക്കേണ്ട പുസ്തകമാണത് കേട്ടോ. ശരിക്കും യോഗവാസിഷ്ടം 30,000 ശ്ലോകങ്ങളുള്ളതാണ്. 30,000 ശ്ലോകങ്ങൾ, അതൊന്നും നമുക്ക് വായിക്കാൻ പറ്റില്ല, നമുക്കൊരു ആയുസ് കൊണ്ട് പറ്റില്ല. ഈ 30,000 ശ്ലോകങ്ങൾ വാൽമീകി രാമന് പറഞ്ഞു കൊടുക്കുന്നതാണ്. വാൽമീകി എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന വസിഷ്ഠനാണ്, യഥാർത്ഥത്തിൽ അത് എഴുതിയതാരാ? വാൽമീകി. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, വ്യാസനൊക്കെയാണ് രാമനും കൃഷ്ണനൊക്കെ സത്യത്തിൽ ഗുരുക്കന്മാരാണ്, പിന്നെയുള്ളതൊക്കെ സങ്കല്പങ്ങൾ. അപ്പോൾ വാൽമീകി വസിഷ്ഠനിലൂടെ പറഞ്ഞു കൊടുക്കുന്ന, രാമന് കൊടുക്കുന്ന ഉപദേശമാണ്. എന്തേ രാമന് ഉപദേശം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? ആരും വായിച്ചിട്ടില്ല യോഗവാസിഷ്ടം. യോഗവാസിഷ്ടം നമുക്ക് വായിക്കാൻ പറ്റില്ല, ജ്ഞാനവാസിഷ്ടം. ഈ യോഗവാസിഷ്ടത്തെ കാശ്മീരി പണ്ഡിതനായിട്ടുള്ള അഭിനന്ദനൻ എന്ന് പറയുന്ന ഒരു മഹാഗുരു 30,000 ശ്ലോകങ്ങളുള്ള യോഗവാസിഷ്ടത്തെ ചുരുക്കി 6,000 ശ്ലോകമാക്കി എഴുതിയതാണ് ജ്ഞാനവാസിഷ്ടം അഥവാ ലഘുയോഗവാസിഷ്ടം. എനിക്ക് പോലും ഈ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ പുസ്തകം കയ്യിൽ കിട്ടുന്നത് വരെ. യോഗവാസിഷ്ടം വേറെ, ജ്ഞാനവാസിഷ്ടം വേറെ എന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷേ അതല്ല, യോഗവാസിഷ്ടം 30 ശ്ലോകങ്ങളുള്ള ഒറിജിനൽ ടെക്സ്റ്റ്. അതിന് കാശ്മീരി ഗുരുവായിട്ടുള്ള, കാശ്മീരി ആചാര്യനായിട്ടുള്ള അഭിനന്ദനൻ ആണ് അതിനെ 6,000 ശ്ലോകങ്ങളാക്കി ചുരുക്കി എഴുതിയിട്ടുള്ളതാണ് ജ്ഞാനവാസിഷ്ടം. നമുക്കത് വായിക്കണമെങ്കിൽ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറ് അതിന് വാസിഷ്ഠ സ്തുത എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്.
അപ്പം അതിൻ്റെ കോപ്പികൾ കിട്ടുമെന്ന് പറയാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടി. ബീനയാണ് ഒരു സ്ഥലത്തുനിന്ന് അതിൻ്റെ ഒരു കോപ്പി കിട്ടിയിട്ട് കൊണ്ടുവന്നത്. അത് വായിച്ചപ്പോൾ ഉണ്ടല്ലോ എന്താ ഒരു സുഖം. പാലടപ്രഥമം കുടിക്കുമ്പോൾ ഇത്ര സുഖം ഉണ്ടാവില്ല. അതുപോലൊരു സുഖം. ഈ ആത്മതത്വങ്ങൾ വസിഷ്ഠൻ രാമന് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ്. ഇപ്പം രാമനോട് വസിഷ്ഠൻ പറഞ്ഞ, രാമ, ജീവിതം ഒരു സ്വപ്നമാണ്. കാരണം ഈ വലിയവരായിട്ടുള്ളവർക്കൊക്കെ അവരൊക്കെ സ്വയം ചിന്തിച്ചവരാ. ശ്രീബുദ്ധൻ എന്തിനാ സിദ്ധാർത്ഥ രാജകുമാർ എത്ര വലിയ കൊട്ടാരവും സുന്ദരിയായ ഭാര്യയെയും രാഹുലൻ എന്ന മകനെയും ഒരു രാത്രി ഉപേക്ഷിച്ചൊരു ഭീരുവിനെ പോലെ ഇറങ്ങിപ്പോയത്? എന്തിനാ ഇറങ്ങിപ്പോയത്? വല്ലൻ്റെ കുറവുണ്ടായിരുന്ന? ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ സിദ്ധാർത്ഥ രാജകുമാരൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എന്താ ഈ വാർദ്ധക്യം? എന്തുകൊണ്ടാണ് മരണം? ഇങ്ങനെ എന്തിനാ ജീവിതത്തിന് ഇങ്ങനെ ചില നെഗറ്റീവ് സൈഡുകളൊക്കെ? ജീവിതം സുന്ദരാണെന്ന പാവൻ രാജകുമാരൻ ധരിച്ചിരുന്നത്. ശുദ്ധോധന മഹാരാജാവും സിദ്ധാർത്ഥനെ പഠിപ്പിച്ചു വെച്ചത് അതാണ്. പറഞ്ഞിരുന്നത് ചിന്തയുണ്ടെയും കുട്ടിക്ക് എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ മക്കളെ പ്രതിയൊന്നും നമുക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കാരണം അവരിങ്ങനെയൊന്നും ചിന്തിക്കില്ല. അതുകൊണ്ടാണ് പറയുക, കുട്ടികൾക്ക് ജീവിതം മനസ്സിലാകാൻ ഇടയ്ക്കെങ്കിൽ അവരെ ആശുപത്രികളിലൊക്കെ കൊണ്ടുപോകണം. അതുപോലെയുള്ള ദുരിതം അനുഭവിക്കുന്നതൊക്കെ അവർ കാണണം. കണ്ടില്ലെങ്കിലാണ് ടി വി വെക്കേണ്ട മോനെ എന്ന് പറയുമ്പോൾ ഉടനെ പോയിട്ട് കെട്ടി തൂങ്ങുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെയാണ്. കുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ട കാരണം തമാശയല്ല, ടി വി കാണണ്ടെന്ന് പറഞ്ഞാൽ കെട്ടി തൂങ്ങുക. കാരണം എന്താ? ജീവിതത്തിലെ ഒരു വിധത്തിലുള്ള ഒരു അവസ്ഥാ ഭേദങ്ങളെക്കുറിച്ച് നമ്മുടെ മക്കൾക്കറിയില്ല. അപ്പോൾ ഇതൊന്നും കാണരുത് എന്ന് വിചാരിച്ചാണ് ശ്രീബുദ്ധൻ്റെ അച്ഛൻ ശുദ്ധോധന മഹാരാജാവ് ബുദ്ധനെ ഇതൊന്നും കാണിക്കരുത് എന്ന് വിചാരിച്ചത്. പക്ഷെ അബദ്ധവശാലൊരു ശവം കൊണ്ടുവരുന്നതും വൃദ്ധനായിട്ടുള്ളൊരു മനുഷ്യനെയൊക്കെ സിദ്ധാർത്ഥൻ കാണാനിടയായി. അപ്പോൾ കുട്ടിയുടെ ഉള്ളിൽ ചിന്തയുടെ ഒരു പൊരി വീണു. എന്താ ചിന്ത? എന്താണ് ഈ വാർദ്ധക്യം? നമ്മളിങ്ങനെ സുന്ദരമായിട്ടിരിക്കുന്ന ഈ ശരീരം കുറേ കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ജീർണിക്കുന്നത്? എന്തുകൊണ്ടാണ് മുടി നരയ്ക്കുന്നത്? തൊലിയൊക്കെ ചുളുങ്ങുന്നത്? നമ്മുടെ ബലമൊക്കെ പോയിട്ട് നമ്മൾ അവശരായിട്ട് മാറുന്നത്? തലമുടി നരപ്പിച്ചത് കറുപ്പിച്ചത് കൊണ്ടൊന്നും വാർദ്ധക്യം പോവില്ല. നരയ്ക്കുന്നവനാണ് സത്യത്തിൽ നരൻ. പക്ഷെ നരന്മാരിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കുറവാണ്. അതിന് വേണമെങ്കിൽ ഗോദ്രേജ് കമ്പനി പൂട്ടണം. പക്ഷെ ഇതൊന്നും ഇട്ടുകൊണ്ട് എന്ത് പോവില്ല. കാലം നമ്മളെ പിടിച്ച പിടി, ഇയാൾ ഡൈ തേച്ച് ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഇവള് ഡൈ തേച്ച് ചെറുപ്പക്കാരിയായിട്ട് നടക്കണം, എന്നാൽ ശരി ഇവളെ വിട്ടുകളയാം. ഇവൾക്ക് ആഗ്രഹം ചെറുപ്പക്കാരിയായിട്ട് നടക്കാനാണെന്നൊന്നും ആര് കരുതില്ല. കാലം കരുതില്ല. നമ്മുടെ ലിമിറ്റ് കാലത്തിൻ്റെ എത്തുമ്പോൾ കാലം ഏത് രൂപത്തിൽ വരും? കാലൻ്റെ രൂപത്തിൽ വരും. അത് ജീർണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വളരെ സ്വതസിദ്ധമായിട്ടുള്ള പ്രക്രിയയാണ്. അപ്പോൾ ബുദ്ധൻ ആലോചിച്ചത് എന്താ അങ്ങനെയൊക്കെ? അങ്ങനെ ആലോചിച്ചപ്പോഴാണ്, ആ ആലോചനയുടെ ഫലമായിട്ടാണ് ബുദ്ധൻ എന്ത് ചെയ്തത്? സിദ്ധാർത്ഥ രാജകുമാരൻ എന്ത് ചെയ്തത്? കൊട്ടാരം ഉപേക്ഷിച്ച് ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്നത്. അല്ലാണ്ട് ബുദ്ധന് വട്ടായിട്ടല്ല. അപ്പോൾ ബുദ്ധൻ ഒരു കാര്യം മനസ്സിലായി. ആര്യസത്യങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് നിർവ്വാണ സമയത്ത് ആ സത്യം ബുദ്ധന് മനസ്സിലായി. ആഗ്രഹങ്ങളാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു. ഇതൊക്കെ പ്രകൃതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ജീവിതം തന്നെ ബുദ്ധൻ ഫിലോസഫിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താ? ജീവിതം ദുഃഖമാണ്, ദുഃഖമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ശ്രീബുദ്ധന് ബുദ്ധനായി മാറാൻ, സിദ്ധാർത്ഥ രാജകുമാരന് ബുദ്ധനായിട്ട് മാറാനായിട്ട് ഈ ചിന്തയുണ്ടായി. അതുപോലെ മഹാപുരുഷന്മാരുടെയൊക്കെ ജീവിതത്തിൽ ഈ ചിന്ത ഉണ്ടായിട്ടുണ്ട്. നമ്മളെപ്പോലെ നാളെ കാലത്ത് ചായക്ക് എന്താ വേണ്ട, ഉച്ചയ്ക്ക് എവിടെ നിന്നാണ് കഴിക്കേണ്ടത് എന്നുള്ള ആലോചനയല്ല അവരൊക്കെ ആലോചിച്ചിട്ടുള്ളത്. ഗുരുദേവൻ എന്താ ആലോചിച്ചത്? കൊള്ളാവുന്നൊരു കുടുംബത്തിലായിരുന്നു ഗുരുദേവൻ ജനിച്ചത്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിന്ന് കാണുന്ന ചെമ്പഴന്തിയിൽ കാണുന്നത് ഗുരുദേവൻ്റെ ഈറ്റുപുരയാണ്. അല്ലാതെ അങ്ങനെ ഒരു വീട്ടിൽ ജീവിക്കാൻ പറ്റുമോ? നമ്മൾ ചെമ്പഴന്തിയെ പോകുന്നത് അതിൻ്റെ മുൻവശത്തോ എവിടെയോ ആയിട്ട് അവരുടെ വയൽവാരം തറവാട്ടുകാരുടെ ഒരു വീടുണ്ടായിരുന്നു. പണ്ട് പ്രസവമായാലും മെൻസസ് ആയാലും സ്ത്രീകൾക്ക് ആ വീടിനകത്ത് നിൽക്കാൻ പാടില്ല. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഈറ്റുപുരയാണ് നമ്മളിന്ന് ചെമ്പഴന്തിയിൽ കാണുന്ന കുടില്. ഗുരുദേവൻ എന്താ ചിന്തിച്ചത്? വേണ്ടത്ര അന്നത്തെ വിദ്യാഭ്യാസം കിട്ടി, വേണ്ട രീതിയിൽ കാളിയമ്മേനെ വിവാഹവും കഴിച്ചു അല്ലേ? സുഖമായിട്ട് കാളിയമ്മയുടെ കൂടെ കഴിഞ്ഞാൽ മതിയായിരുന്നില്ല. എന്നാൽ നമുക്ക് ഈ ആത്മോപദേശം പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. നമ്മളൊന്നും ഇവിടെയോട്ട് എത്തുമായിരുന്നില്ല. ഇതുപോലെ പാൻറ്റ് ഷർട്ടൊന്നും ഇട്ടിരിക്കില്ല. ഏതെങ്കിലും കണ്ടത്തിൽ കൈക്കോട്ട് കളച്ചും കുത്തി കളച്ചും ഒരു തോർത്തുണി എടുത്തിട്ട് നടക്കണ്ടാവും. അപ്പോൾ ഗുരുദേവന് എന്ത് തോന്നി? എന്തോ ഒരു തത്വം ഇതിനകത്തുണ്ട്, അത് അറിഞ്ഞേ മതിയോ. പറഞ്ഞില്ല, എനിക്കൊരു ചെമ്പിൻ്റെ ഒരു ചെറിയ പാത്രം അത് തരണം, തന്നാൽ ഞാനിതിൽ മുങ്ങാൻ പോവുകയാണ്, മുങ്ങിയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ
നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാമെന്ന് ഗുരുദേവൻ പറഞ്ഞു. ആ സത്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഗുരുദേവൻ എവിടെ പോയത്? ബുദ്ധൻ ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ എവിടെ പോയി? മരുത്വാമലയിൽ പോയി. രമണ മഹർഷി തിരുവണ്ണാമലയിൽ അവിടെയുള്ളൊരു കുഴിയിൽ ചെന്നിരുന്നു, ഒരു ഗുഹയിൽ. വിരൂപാക്ഷ ഗുഹ പിന്നീട് ചെന്നിരുന്നതാണ്, ആദ്യം ഒരു കുഴിയിലാണ് അത്ര ഇറങ്ങിയിരുന്നത്. അതുപോലെ ഓരോരുത്തരും വെച്ചു. ക്രിസ്തുദേവനെ കുറിച്ച് നമുക്ക് ക്രിസ്തുദേവൻ്റെ 16 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെ നമുക്കൊരു പിടിയില്ല. എവിടെയോ പോയി ധ്യാനത്തിൽ ഇരുന്ന് കാണണം. ഈ കഷ്ടപ്പെട്ടിട്ടല്ലാതെ ഒരാൾക്കും ഈ സത്യത്തിൻ്റെ വെളിച്ചം കിട്ടിയിട്ടില്ല, ഒരു സംശയമില്ല. അപ്പോൾ ഈ ബാഹ്യമായിട്ട് ലഭിക്കുന്ന അറിവുകളൊന്നുമല്ല, ഇത് സ്വന്തം ആത്മാവിലെ ആ അറിവിൻ്റെ ഇത് ഉരച്ചു നോക്കണം. ഉരയ്ക്കുമ്പോഴാണ് അവിടെ നിന്നും അറിവിൻ്റെ അഗ്നി ഉള്ളിൽ ജ്വലിച്ചുയരുക. അപ്പോൾ ഇവരെല്ലാം അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാമൻ്റെ ജീവിതത്തിലും ഇതുപോലൊരു ഡിപ്രഷൻ പീരീഡ് ഉണ്ടായിട്ടുണ്ട്. യോഗവാസിഷ്ഠ എഴുതാൻ കാരണം അതാ. രാമൻ വളരെ എന്താ പറയുക, മൂഡ് ഓഫായിട്ട് കൊട്ടാരത്തിലെ രാജകുമാരനെ എന്ത് വേണമെങ്കിൽ അവിടെ അയോധ്യയിൽ ദശരഥന് ഒരുക്കി കൊടുക്കും രാമന്. എന്നിട്ടും രാമൻ വളരെ മൂഡ് ഓഫായി ഒരു പ്രത്യേക പീരീഡിൽ. അപ്പോൾ എല്ലാവരും ചെന്ന് പറഞ്ഞു, എന്താ രാജകുമാരൻ എന്താ പറ്റിയറിയില്ല, രാജകുമാരൻ ഭക്ഷണം കഴിക്കുന്നില്ല, വളരെ വിരക്തനായിട്ട് കൊട്ടാരത്തിലെ സുന്ദരിമാരെയൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല, ഇങ്ങനെ എപ്പോഴും ചിന്താസക്തനായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വസിഷ്ഠൻ ചോദിക്കുന്നുണ്ട്, എന്താ രാമ എന്ന് വിളിച്ചിട്ട് രാമനെ വിളിച്ച് ചോദിക്കുക. വസിഷ്ഠനാണല്ലോ അവിടുത്തെ ഉപദേശം. അപ്പോൾ ശരിക്കും വാൽമീകിയാണ് ഇതൊക്കെ ഉപദേശിക്കുന്നത്. വസിഷ്ഠൻ എന്ന് പറയുന്ന കഥാപാത്രം രാമനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് രാമൻ പറയണത്, എനിക്ക് ഈ ജീവിതം മടുത്തു. ഡിപ്രഷനാണ് ശരിക്കും. നമ്മളിന്ന് സൈക്കോളജിസ്റ്റ് പറഞ്ഞാൽ അകാരണമായൊരു ഡിപ്രഷൻ. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? 9 ദ്വാരങ്ങളുള്ള ഈ പുരത്തിൽ ജീവിച്ച് എനിക്ക് മടുത്തു. ഈ അളിഞ്ഞ പുരം, ഞാനിരിക്കുന്ന വീടെന്താ, നമ്മുടെ വീട് വലിയ ഗമയിൽ ഗ്രാനൈറ്റും ഇനി അതിൻ്റെ അപ്പുറത്തുള്ള വല്ല നൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വീട് നല്ല സുന്ദരമാക്കി വെക്കും. പക്ഷേ അവിടെ അല്ലല്ലോ നമ്മളിരിക്കുന്നത് എവിടെയാ? നാറും നളികയിൽ തൊലിയുമെലുമ്പു മലന്തുരന്തമന്ത കലകളുമേന്തും അഹന്ത എന്ന് കാണുക. വീട് എത്ര ഭംഗിയാക്കി വെച്ചാലും, വീട് ഭംഗിയാക്കി വൃത്തിയാക്കിയൊക്കെ വെക്കണം കേട്ടോ, പക്ഷെ നമ്മളിരിക്കുന്നത് എവിടെയാ? ഈ നാറ്റുള്ള ഈ മാംസം മലബാണത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് രാമൻ പറയുന്നത്, എനിക്ക് 9 ദ്വാരങ്ങളുള്ള പുരത്തിലിരുന്ന് എനിക്ക് മടുത്തു. അതിന് 9 തുളകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അകത്തേക്ക് പോകും പുറത്തേക്ക് പോകും, ഇങ്ങനെ ഒരു സാധനം, ഇതിൻ്റെ അകത്തിരുന്ന് എനിക്ക് മതിയായി എന്നാണ് പറയണത്. അപ്പോൾ രാമനെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വാൽമീകി വസിഷ്ഠനിലൂടെ കൊടുക്കുന്ന ഉപദേശമാണ് യോഗവാസിഷ്ഠം. അത് വായിക്കേണ്ടതാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും. ആ ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമായിട്ട് വായിക്കാൻ. ഞാൻ യോഗവാസിഷ്ഠം വായിച്ചിട്ടില്ല, ജ്ഞാനവാസിഷ്ഠം വായിച്ചില്ല. ഞാൻ വായിച്ചത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ വാസിഷ്ഠ സുധ. ഒന്ന് കുറിച്ച് വെച്ചോളൂ, എവിടെയെങ്കിലും ആ പുസ്തകം കണ്ടാൽ നിങ്ങൾ വാങ്ങും. അത് വായിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ആത്മതത്വം നല്ലപോലെ ബോധ്യപ്പെടും. അതിലൊരു കാക്കയുണ്ട് അവസാനം, ഭൂസുണ്ട കാകൻ എന്ന് പറയുന്നൊരു കാകൻ. ഈ ഭൂസുണ്ടനും വലിയ ആൽപ്പറ്റാനിയ കാക്ക. അപ്പോൾ ഏത് ചരാചരങ്ങൾക്കൊക്കെ ഉണ്ടാകേണ്ട ഒന്നാണ് ആൽപ്പറ്റാനം. അതിന് പല വഴികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വസിഷ്ഠൻ ഉപദേശിക്കുന്ന ഒരു സപ്തഭൂമികയുണ്ട്, നമ്മൾ അറിയണം ഇത്. ഈ സപ്തഭൂമികയിലൂടെ കടന്നു പോയാലാണ് നമുക്ക് എവിടെ എത്താൻ പറ്റുക? ഈ പറയുന്ന ആത്മബോധത്തിലേക്ക് എത്താൻ പറ്റുക. അതിനു മുൻപ് നമുക്ക് വേണ്ടതായിട്ടുള്ള 7 കാര്യങ്ങൾ, ഈ സപ്തഭൂമിക കടക്കണം. അതിനു മുൻപ് നമുക്ക് 7 കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കണം. അതൊന്ന് ശുഭേച്ഛ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, നമ്മൾ അറിയേണ്ട കാര്യങ്ങളത്. ശുഭേച്ഛ വേണം, വിചാരണ, തനുമാനസ, സത്താപത്തി, അസംസത്തി, പദാർത്ഥഭാവ, തുര്യക. 7 കാര്യങ്ങൾ നമുക്ക് വേണം. ഇപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഏകദേശം ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശുഭേച്ഛ എന്താണെന്നറിയോ? ഞാൻ എത്ര കാലമായി ഇങ്ങനെ ജീവിക്കണം, എന്താ ഈ ജീവിതത്തിൻ്റെ ഒരർത്ഥം, ഞാനിങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം, എന്തെങ്കിലും എനിക്ക് ഒന്ന് കാര്യമായിട്ട് വേണ്ട ഈ ജീവിതത്തിൽ എന്നുള്ള ഒരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവൻ ആദ്യത്തെ പടിയിലെത്തി. ആ പടിയുടെ പേരാണ് ശുഭേച്ഛ. നല്ലത് വരാനായിട്ട് മോഹിക്കുക, ശുഭമായിട്ടുള്ള കാര്യം. എന്താ ശുഭമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇത്ര ദിവസം പഠിച്ചു, ജീവിതത്തിൽ നമ്മൾ കാക്ഷിക്കുന്ന സകലതും നമുക്ക് എന്തായിട്ട് മാറും? അവസാനം അശുഭമായിട്ട് മാറും. അപ്പോൾ അശുഭമുണ്ടാക്കാത്ത നമ്മുടെ ജീവിതത്തെ സ്ഥിരമായി സുഖിയാക്കി മാറ്റുന്നതാണ് ഏത്? ശുഭേച്ഛ. അതാദ്യം ഉണ്ടാകണം. പിന്നെ എന്ത് വേണം? അതിനുള്ളൊരു വിചാരണ വേണം.
ഒരു ദിവസം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വെളിപാടുണ്ടായണോ, അയ്യോ എനിക്കിങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, കുറച്ച് നന്നായിട്ടൊക്കെ ജീവിക്കണം എന്നൊക്കെ തോന്നി. അപ്പോൾ തന്നെ അത് മറന്നു കളയല്ലേ വേണ്ടേ. അതിനുള്ള വിചാരണ രണ്ടാമത്തെ പടിയാണ്. എന്താ വിചാരണ എന്ന് പറഞ്ഞാൽ അതിനുള്ള അനുഷ്ഠാനങ്ങൾ, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ശുഭേച്ഛ ഉണ്ടായിട്ട് വൈകിട്ട് ബാറിൽ എന്നിരുന്നാൽ ആ ഇച്ഛ പോയി. ശുഭേച്ഛ ഉണ്ടായി. ഇപ്പോൾ നമ്മൾ സ്ത്രീകളാണെങ്കിൽ ശുഭേച്ഛയൊക്കെ ഉണ്ടായി, എന്നാൽ ഒരു സിനിമ കണ്ടു കളയാം, അതല്ലെങ്കിൽ വേറെ ഒന്ന് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് വീണ്ടും ഈ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ ശുഭേച്ഛയുടെ കൂമ്പ് കരിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വിചാരണ. ഈ വിചാരണ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പടവാണ്. രണ്ടാമത്തെ പടവ് എന്ന് പറഞ്ഞാൽ ശുഭേച്ഛയ്ക്ക് ഉറച്ചു നിൽക്കാനാകും വിധം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ ചിട്ടയുള്ളത് ആക്കണം. ഈ ശുഭേച്ഛ അങ്ങോട്ട് വരുമ്പോൾ വിളക്ക് കത്തിച്ചു, ഇന്ന് തുടങ്ങി ഞാൻ എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം എന്ത് വിചാരിക്കും? നല്ല തണുപ്പുണ്ട്, എന്തിനാ അപ്പം എനിക്കിന് പോയി. ഈ ശുഭേച്ഛ അവിടെ പോയി. സ്ഥിരമായിട്ട് നമ്മൾ രണ്ടാമത്തെ പടവിലേക്ക് എടുത്തു വെക്കണം. അതാണ് വിചാരണ. അതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ ആചരിക്കുക, സ്ഥിരമായിട്ട് ആചരിക്കുക. ഇനി തനുമാനസ എന്ന് പറഞ്ഞാൽ വിഷയസങ്കല്പങ്ങൾ കുറയ്ക്കണം. അതാണ് തനുമാനസ. ഈ ശുഭേച്ഛ ഉണ്ടായി വിചാരണയും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സ് ഇച്ഛിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഇപ്പം എനിക്കെന്താ ഗുണം? അതിനു വേണ്ടി കാശ് മുടക്കിയിട്ട് ഇപ്പം എന്താ കാര്യം? എന്നാൽ അതുകൊണ്ട് എന്ത് വേണം? അത് വേണ്ട. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സങ്കല്പങ്ങൾ എവിടെ വെച്ച് അവസാനം. ഇതൊരു ട്രെയിനിങ്ങാണിത്. ഞാനിന്ന് വാസക്ഷേത്രത്തിന് ഞാൻ എഴുതി കൊണ്ടുവന്നിരുന്നു, പക്ഷേ ഇത് വേണ്ട, പറയണ്ടെന്ന് വെച്ചു. പക്ഷേ നിങ്ങളുടെ ഈ താല്പര്യം, കോൺസെൻട്രേഷൻ കണ്ടപ്പോൾ വിചാരിച്ച് 7 പടവുകളിൽ കൂടെ കയറാൻ യോഗ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു, നല്ല ഇതുണ്ടായി. വിഷയസങ്കല്പങ്ങൾ കുറയ്ക്കണം. നമുക്ക് ജീവിക്കാൻ ഉതകുന്നത് മാത്രം മതി, അതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതൽ പോണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പ്രഷർ ഉണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല. കുറേ പാരമ്പര്യമായിട്ട് കിട്ടുന്നതുണ്ട്, അതല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ബാറിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ കയറാൻ തോന്നുമ്പോൾ എന്ത് വേണം? നാരായണ 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 എന്ന് ജപിച്ചിട്ട് വളരെ സ്പീഡിൽ നടക്കുക. 2-3 ദിവസം നമുക്ക് ടെൻഷൻ ഉണ്ടാവും. വലിക്കണമെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം? നാരായണ 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 എന്ന് ജപിക്കുക. എന്നിട്ട് ആ സിഗരറ്റ് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഞാൻ ഞെരിക്കുക. ആദ്യത്തെ പ്രാവശ്യം ഞെരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാവും, പക്ഷേ അത് പിന്നെ നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല. സാധാരണ നമ്മൾ വിചാരിക്കും അടുത്ത 1-ാം തീയതി തുടങ്ങി. ഇങ്ങനെയുണ്ട് നമ്മുടെ മനസ്സിലൊക്കെ. ഞാനിതൊക്കെ അനുഭവിക്കണോണ്ടാ പറയണത്, അല്ലാണ്ട് വേറെ ആരുടെ ജീവിതത്തിൽ നിന്നല്ല പറയുന്നത്. അടുത്ത തിങ്കളാഴ്ച നല്ല ദിവസമാണ്, അപ്പം അന്ന് തുടങ്ങി ഞാൻ മത്സ്യമാംസം ഒന്നും കൂട്ടില്ല, ഞാൻ ഇന്നതൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കും. അപ്പോഴാവും അടുത്ത തിങ്കളാഴ്ച നല്ലൊരു പാർട്ടി വൈകുന്നേരം. അപ്പോൾ അതിൽ നല്ല ചിക്കൻ ഫ്രൈ. എത്ര നേരം ഈ മണം സഹിച്ചിരിക്കുക? എന്നാൽ ശരി, അടുത്ത തിങ്കളാഴ്ച തുടങ്ങിയിട്ടാവാം. വേഗം പോയിട്ട് അത് പറഞ്ഞിട്ട് ഇന്നത്തെ ദൈവം ക്ഷമിക്കും. ഇങ്ങനെ നമ്മൾ ഓരോന്നിനും നമുക്ക് തന്നെ കൺസെഷൻ തന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പതുക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തെല്ലാം പോവും? വിചാരണയും പോവും, ശുഭേച്ഛയും പോവും. പിന്നെ ആദ്യം പൂജ നട്ടുണ്ടാക്കണം. ഇത് ജീവിതകാലം മുഴുവൻ ഇത് നടലും പറക്കലായിട്ട് ഒരിക്കലും അതുമ്പോൾ കിഴങ്ങുണ്ടാവാൻ നേരം ഉണ്ടാവില്ല. അപ്പം അത് പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ സത്താപത്തി എന്ന് പറഞ്ഞാൽ മനസ്സ് എപ്പോഴും പ്രസന്നമായിട്ട് വയ്ക്കുക. അതാണ് സമബുദ്ധി എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ അറിയാം സത്താപത്തി ഉള്ളവരാണോ അത് വെറും പത്തിയുള്ളവരാണോ എന്ന്. സത്താപത്തി എന്ന് പറഞ്ഞാൽ നല്ല പ്രസന്നമായിരിക്കും. ഈ പ്രസന്നത എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലറിലേക്ക് പോയിട്ട് മുഖം പുഴുങ്ങിയിട്ടും പുരികം പറിച്ചിട്ടും കിട്ടുന്നൊരു സാധനമല്ല അത് ഉള്ളിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, ഉള്ളിൽ നമ്മുടെ ആത്മാവിൻ്റെ പ്രകാശം, ആ മൂടിയുടെ കനം കുറഞ്ഞാൽ, നമ്മൾ ഈ ആത്മാവിനെ മൂടി വെച്ചിരിക്കുകയാണല്ലോ മായ കൊണ്ട്, ആ മൂടിയുടെ കനം കുറഞ്ഞാൽ അതിൻ്റെ പ്രകാശം എവിടെ വരും? മുഖത്ത് വരും. ആ മുഖത്ത് വരുമ്പോൾ ആവശ്യമില്ലാത്ത ഗൗരവം ഒന്നും വേണ്ട. എന്തിനാ ഈ ആവശ്യമില്ലാത്ത ഗൗരവം? കണ്ടില്ലേ പോയ പോക്ക്? അതെപ്പോഴാണ് പോകണമെന്ന് അറിയില്ല. പിന്നെ നമ്മൾ ആ ഇത്തിരി പോകുന്ന സമയം എന്തിനാ ഈ ടെൻഷൻ പിടിച്ച് വലിച്ച് മുറുകി ഇങ്ങനെ നടക്കണത്? റിലാക്സ് എന്നറിയില്ലേ? നമ്മളിപ്പോൾ ധ്യാനത്തിൻ്റെ കോഴ്സിനൊക്കെ പറയും റിലാക്സ് എന്ന് പറഞ്ഞാൽ ആ കോഴ്സിന് ഇരിക്കുമ്പോൾ മാത്രം റിലാക്സ് ചെയ്താൽ പോരാ, എപ്പോഴും നമ്മളെ മുഖത്തെ പ്രസന്ന ഭാവം നഷ്ടപ്പെടുത്തരുത്. ഒരു ഗൗരവവും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഒരു വിധത്തിൽ നമ്മൾ മുഖത്ത് ആ ഒരു തെളിച്ചം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ആ തെളിച്ചം വരുന്നത് നമ്മൾ കറക്കട്ടെ അല്ലെങ്കിൽ വെളുക്കട്ടെ, ഭംഗിയില്ലാത്തവരാകട്ടെ, എന്തും ആവട്ടെ, പക്ഷേ അകത്തുനിന്നുള്ള വെളിച്ചം വരുമ്പോൾ ആ മുഖത്തിന് ഒരു തെളിച്ചുണ്ടാവും. ആ തെളിച്ചാണ് മനസ്സിൻ്റെ പ്രസന്നത വിളിച്ചോകുന്നത്. അത് വേണം. പിന്നെ എന്താണ് അടുത്തത് വരുന്നത്? പദാർത്ഥ ഭാവന.
പദാർത്ഥ ഭാവന എന്ന് പറഞ്ഞാൽ ജഡപദാർത്ഥങ്ങളെ നമ്മൾ ആഗ്രഹിക്കുക. ആദ്യം ആഗ്രഹിക്കുകയല്ലേ ചെയ്യുക, ആഗ്രഹിച്ചിട്ടാണല്ലോ അത് കിട്ടാൻ വേണ്ടി നടക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഭാവന വരുമ്പോൾ തന്നെ എന്ത് വേണം, എന്തിനപ്പോൾ അത് എന്ന് മനസ്സിനോട് ഇങ്ങനെ ചോദിക്കണം. ചോദിച്ചിട്ട് ആ ഭാവനയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഈ മനസ്സെന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഒരു ചാട്ടിക്കാരൻ കുട്ടിയാണ്. അപ്പോൾ അതിനെ ഓരോന്ന് കാണിച്ച് അയ്യോ അത് എന്ന് പറഞ്ഞു വിടുമ്പോൾ മോനെ ഇങ്ങോട്ട് പോരെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ, കുട്ട ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അപ്പം തന്നെ നമ്മൾ ആ മനസ്സിനെ പിടിച്ച് ഉള്ളിൽ ചേർത്ത് നിർത്തണം. അതാണ് അങ്ങനെ ഭാവനകളിലേക്ക് അലയാൻ വിടരുത്. കാരണം അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയോ പറയണത്, മനഃകൃതം മനസ്സുകൊണ്ട് നമ്മളൊന്ന് ചെയ്തോ അത് ചെയ്തതിന് തുല്യമാണ്. ശരീരകൃതം മനസ്സുകൊണ്ട് ചെയ്തതിന് തുല്യമാണ്. ശരീരം കൊണ്ട് ചെയ്തതല്ല യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തത്. ആദ്യം ശരീരം കൊണ്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്തുകൊണ്ട് ചെയ്തിരിക്കണം, മനസ്സുകൊണ്ട് ചെയ്തിരിക്കണം. അപ്പോൾ എന്താ വേണ്ടത്, എവിടെ അതിൻ്റെ സ്വിച്ച്, അകത്താ. പുറത്ത് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ കുട്ടി അവിടെ നിന്ന് ഇളകാൻ തുടങ്ങുമ്പോൾ തന്നെ എന്ത് പറയണം, മോനവിടെ ഇരുന്നോ, ഒരു കാര്യമില്ല അല്ലേ. നമ്മൾ മക്കൾ വാശി പിടിക്കുമ്പോഴൊക്കെ നമ്മൾ പറയില്ലേ, ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ അവർ ചിലതൊക്കെ വാശി പിടിക്കുമ്പോൾ ഇത് നോക്കിയ മോനെ, ഇത് അങ്ങോട്ട് നോക്കിയ മോനെ ഇല്ല അങ്ങനെ പറയില്ലേ. ഇപ്പോൾ ബലൂണിന് വാശി പിടിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും വാശി പിടിക്കുമ്പോൾ ആനയെ കണ്ട എന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് അവൻ്റെ ശ്രദ്ധയെ മാറ്റും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ മനസ്സാകുന്ന കുട്ടി ശാഠ്യം പിടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പറയുക, മോനെ അതിലൊരു കാര്യമില്ല കേട്ടോ, മോനെ നല്ലതമ്മ കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരാം, ഒരിക്കലും നശിക്കാത്ത ഒന്ന് അകത്തുണ്ട്, മോൻ അങ്ങോട്ട് പോകും. പുറത്തേക്ക് പോകുമ്പോൾ വിഷയമായി, അകത്തേക്ക് പോകുമ്പോൾ ആത്മാവായി. അതാണ് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യണം. അതാണ് ആറാമത്തേത്. പിന്നെ തുര്യക എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് തുര്യത്തിൽ വസിക്കാൻ ശ്രമിക്കുക മനസ്സുകൊണ്ട്. ബ്രഹ്മനിഷ്ഠൻ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പദാർത്ഥഭാവന വെടിയുക. അപ്പോൾ മനസ്സിലായില്ലേ, ശുഭേച്ഛ, വിചാരണ, തനുമാനസ, സത്താപത്തി, അസംസക്തി, പദാർത്ഥഭാവന, തുര്യക. അത് ഞാൻ പറഞ്ഞില്ലേ, സോറി. അസംസക്തി എന്ന് പറഞ്ഞാൽ കർമ്മഫലം വെടിയൽ. ഇതൊക്കെ ആത്മോഷധത്തിൽ ഈ പടവുകൾ നമ്മളോട് പറഞ്ഞു ഗുരുല്ലേ. ബലാഗ്രഹമറ്റ് അറിഞ്ഞിടണം. കാരണം ഓരോന്ന് ചെയ്യുമ്പോഴും ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് ഒരിക്കലും വിചാരിക്കുക. അതാണ് അസംസക്തി. ഒന്നിലും നനയാണ്ടിരിക്കുക, ഒന്നിനും ചിന്തിക്കാണ്ടിരിക്കുക. ഇതാണ് വസിഷ്ഠൻ രാമന് പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ രാമ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ജീവിതമാകുന്ന ജീവിതം, ഇന്നലെ ഗുരു പറഞ്ഞ പോലെ നെടിയക്കിനാവിത്, അത് വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാമ, ഈ ജീവിതം ഒരു സ്വപ്നം പോലെയാണ്. നീ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ വഴിയിലൂടെയൊക്കെ പോയി നിൻ്റെ മനസ്സിനെ അവിടെ സ്ഥിരമാക്കി നിർത്തിയിട്ട് ബാക്കിയൊക്കെ നീ ചെയ്തോ. കാരണം ജീവിതത്തിൽ വിഹിതമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിച്ചേ പറ്റൂ. രാമൻ ഇത് കഴിഞ്ഞിട്ട് പോയി കാട്ടിയേ പോയാ? വസിഷ്ഠൻ്റെ ഉപദേശം കേട്ടിട്ട് രാമൻ നേരെ കാട്ടിയേ പോയില്ല. രാമൻ ജടയും വളർത്തി വാൽമീകിയെ പോലെ ഇരുന്നില്ല. വസിഷ്ഠൻ്റെ ഉപദേശം കേട്ടപ്പോൾ രാമൻ ആ ഡിപ്രഷനൊക്കെ മാറ്റി. പിന്നെ രാമൻ രാജാവാൻ നോക്കിയപ്പോൾ കൈകേയി ഇതൊക്കെ പറഞ്ഞപ്പോൾ രാമൻ എന്ത് ചെയ്തു, ഈ ഭൂമികളിലൂടെ രാമന് കടന്നു പോകാൻ സാധിച്ചതുകൊണ്ടാണ് കാട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ രാമൻ കൂളായിട്ട് കാട്ടിലേക്ക് പോയത്. നേരെ മറിച്ച് രാമൻ്റെ സ്വന്തം ഓൺ ബ്രദറല്ലേ ലക്ഷ്മണൻ, പുള്ളി അവിടെ കിടന്ന് എന്തോരം കുഴപ്പമുണ്ടാക്കിയത് അല്ലേ. കൈകേയി അമ്മേനെ ഞാൻ ഇപ്പോൾ ഒറ്റ വെട്ടിനെ 2 കഷ്ണാക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാമൻ വിളിച്ച് ലക്ഷ്മണോട് പറഞ്ഞു, എൻ്റെ മോനെ നീ ഇങ്ങനെ ചൂടാവല്ലേ, കാരണം നീ കാര്യങ്ങൾ അറിയാൻ പറഞ്ഞിട്ട് ലക്ഷ്മണനോട് രാമൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ലക്ഷ്മണോപദേശം. അപ്പോൾ ആ ജീവിതത്തെ മുഴുവൻ തന്നെ സമബുദ്ധിയോടുകൂടി കാണാൻ രാമന് സാധിച്ചത് വസിഷ്ഠൻ്റെ ഉപദേശം കൊണ്ട്. എന്നിട്ട് വസിഷ്ഠൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിനക്ക് 7 നിവൃത്തികളുണ്ടാകും. 7 നിവൃത്തികളുടെ ഘട്ടം നമ്മൾ കടന്നാൽ പിന്നെ എന്ത് നമ്മൾ കർമ്മം ചെയ്താലും അതിൻ്റെ കറയൊന്നും ഉള്ളിൽ പറ്റില്ല. അതേതൊക്കെയാണ് 7 നിവൃത്തി, അതുകൂടി കുറിച്ചെടുത്തോളൂ. ജിജ്ഞാസ നിവൃത്തി, ചികീർഷ നിവൃത്തി, ജിഹാസ നിവൃത്തി, പ്രേപ്സ നിവൃത്തി, ശോക നിവൃത്തി, ഭയനിവൃത്തി, സങ്കല്പ നിവൃത്തി. 7 നിവൃത്തികളുണ്ടാകും. ഈ 7 ഭൂമികകൾ കടന്നാൽ 7 നിവൃത്തികളുണ്ടാകും. ഈ നിവൃത്തികളെ ജിജ്ഞാസ നിവൃത്തിയാണ് ആദ്യത്തേത്. ജിജ്ഞാസ നിവൃത്തി എന്ന് പറഞ്ഞാൽ ഇനി അറിയാൻ ഒന്നുമില്ല.
അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു. അറിയേണ്ടതൊക്കെ അറിയാം ഇത് പഠിക്കുമ്പോഴാണ്. വേറെ ഏത് വിങ്ങെടുത്ത് നമ്മൾ പഠിച്ചാലും അറിവ് അവസാനിക്കില്ല. അങ്ങനെ ഇനിയുണ്ടല്ലോ തോന്നും. പക്ഷേ വേദാന്തം അറിഞ്ഞാൽ പിന്നെന്തില്ല, അറിവാനായിട്ട് വേറെ ഒന്നുമില്ല. വേദങ്ങളുടെ അന്തം, അറിവിൻ്റെ അന്താണ്. ഗുരു ഒരിക്കലൊരു ശിഷ്യനോട് പറഞ്ഞു എന്നാ പറഞ്ഞു, ഈ വേദാന്തം എന്ന് പറഞ്ഞിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല വേദാന്തം പഠിക്കാനായിട്ട്. ശിവഗിരിയിൽ വെച്ച് ഗുരു ശിഷ്യനായിട്ട് നടന്നൊരു സംവാദ രൂപത്തിൽ ഈ കാര്യം ഡോക്ടർ ടി ഭാസ്കരൻ എഴുതിയ ശ്രീനാരായണ വൈഖരിയിലുണ്ട്. ഇതുകൂടാതെ ജീവചരിത്രങ്ങളും കാണും. അത് അന്ന് ഗുരു പറഞ്ഞു ഇത്രയും, ഇത് ഇത്ര വലിയ വേദാന്ത അധ്യമൊന്നും പഠിക്കാനില്ല. അപ്പോൾ ഈ ശിഷ്യന്മാരൊക്കെ കൂടിയിരുന്ന് വേദാന്ത ചർച്ച നടത്തുകയാണ്. അപ്പോൾ ഗുരു ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു, ഇതിനിത്ര വലിയ ചർച്ച ചെയ്യാനൊന്നുമില്ല, ഇതിത്രയൊന്നും പഠിക്കാനില്ല. എന്നിട്ട് പറഞ്ഞത്, ഒരു തിര കടലിൽ നിന്ന് അന്യമല്ലാത്ത പോലെ പ്രപഞ്ചം യഥാർത്ഥ സത്യത്തിൽ നിന്ന് അന്യമല്ല. ഇത് അറിഞ്ഞാൽ മതി. വേറെ വലിയ പുസ്തകമൊന്നും വായിക്കാൻ പോണ്ട, യോഗവാസിഷ്ടവും വായിക്കേണ്ട, ഉപനിഷത്തും വായിക്കേണ്ട. കടലിടയ്ക്കൊന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ മനസ്സിലൊന്ന് ഓർത്താൽ മതി. കടൽ ഓർക്കുമ്പോൾ എന്തോർക്കണം? ഒരു തിര കടലിൽ നിന്ന് അന്യമല്ല. അതുപോലെ ഈ കാണാകുന്ന ദൃശ്യപ്രപഞ്ചം യഥാർത്ഥ സത്തയിൽ നിന്ന് അന്യമല്ല. എന്നിട്ട് ഗുരു പറഞ്ഞു, ഇതറിഞ്ഞാൽ മതി, മറക്കരുത്. ഇതറിഞ്ഞിട്ട് പിന്നെ മറന്നു പോകരുത്. അപ്പോൾ എപ്പോഴും മനസ്സിൽ എന്തോർത്താൽ മതി? കടലും തിരിയും. കുറേ കഴിഞ്ഞിട്ട് കടലും തിരിയുന്നത് കടലയും പൂട്ടുമായിട്ട് മാറാഞ്ഞാൽ മതി. കടലും തിരയും ഇങ്ങനെ മനസ്സിൽ ഓർത്ത് കഴിഞ്ഞാൽ എന്തായി? വേദാന്തായി. അതിൽ കൂടുതലൊന്നും അറിയാനില്ല എന്ന് ഗുരു പറഞ്ഞു അത്രേ. ഓളം വെള്ളമാണെന്നറിയാലോ, ഇനി പുതുതായിട്ടൊന്നും അറിയാനില്ല. വേദാന്തം ഇത്ര തന്നെ. ഇതാണ് ആ സംഭാഷണം. വെള്ളമോ ഓളോ അറിയാലോ, ഇനി പുതുതായിട്ട് ഒന്നും അറിയാനില്ല. ഇത് മതി, വേദാന്തം ഇത്ര തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു 2 മിനിറ്റ് പറയാനുള്ള കാര്യമേ ഗുരുവിൻ്റെ വീക്ഷണത്തിൽ വേദാന്തത്തിനുള്ളൂ. പക്ഷെ അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരാനാണ് ഗുരു 100 ശ്ലോകങ്ങളിലൂടെ ഇത്രയും എഴുതി വെച്ചത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈ പറയുന്ന ജിജ്ഞാസ നിവർത്തി വേണമെന്ന് പറഞ്ഞാൽ എന്താ? കടലും തിരയെന്നറിഞ്ഞാൽ ഇനി എന്തില്ല? അറിയാൻ ഇനി ഒന്നുമില്ല എന്ന് പറയുന്ന ജിജ്ഞാസ നിവർത്തി. ചികീർഷ നിവർത്തി എഴുതി വെച്ചുള്ളതൊരു ടെക്നിക്കൽ ടേമാണ്, യോഗവാസിഷ്ടത്തിലുള്ളതാണ്. എന്തെങ്കിലും ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ വിശദമായിട്ട് മനസ്സിലാകും. യോഗവാസിഷ്ടത്തിലൊരിത് എന്താ വെച്ചാൽ ഒരുപാട് കഥകൾ പറയും. ഈ കഥകൾ നമുക്കൊരു വാലും തുമ്പില്ലാതെ അങ്ങനെ പോകും. കാരണം ജീവിതം തന്നെ ഒരു സ്വപ്നമാണെന്ന് അറിയിക്കുന്ന രീതിയിലുള്ള കഥകൾ. അങ്ങനെ ഓരോ തത്വം പറയുമ്പോഴും അതിനെ വസിഷ്ഠൻ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കഥകളൊക്കെ കൂടി വരുമ്പോൾ നമ്മുടെ തലയ്ക്കൊരു ഇത് തോന്നും. പക്ഷെ അതിൽ നിന്നുള്ള ആ തത്വത്തിൻ്റെ ഭാഗങ്ങൾ അരിച്ചെടുത്തു കഴിഞ്ഞാൽ സുഖ, വേറൊരു വലിയൊരു കോംപ്ലിക്കേഷൻ തോന്നില്ല. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ. ചികീർഷ മലയാളം അക്ഷരമൊക്കെ മറന്നുണ്ടാവില്ലേ? ഇംഗ്ലീഷിലാണെങ്കിൽ CHI, ചികീർഷ നിവൃത്തി. അതിൻ്റെ അർത്ഥം ഇനി ചെയ്യാൻ ഒന്നുമില്ല. ഞാൻ അവിടെ ഈ കണ്ണടയ വെള്ളലാർ പറഞ്ഞ പോലെ തന്നെയാണ് ഒഴിവുടക്കത്തിൽ. നിങ്ങൾക്ക് ആത്മജ്ഞാനം വേണോ? കിടന്ന് തലകുത്തി മറയും, ശീർഷാസനത്തെ നിൽക്കും, സൂര്യ നമസ്കാരം ചെയ്യും, ഒന്നും വേണ്ട. ചുമ്മാതിരുന്നാൽ മതി എന്നാണ് പറയണത്. ചുമ്മാതിരുന്നാൽ നമുക്കങ്ങോട്ട് വഴി കിട്ടും. അതാണ് ചികീർഷ നിവർത്തി. ചെയ്യാൻ ഇനി ഒന്നുമില്ല. അടുത്തത് ജിഹാസ നിവർത്തി. ജിഹാസ നിവർത്തി എന്ന് പറഞ്ഞാൽ ഇനി എനിക്കൊന്നും ഉപേക്ഷിക്കാനില്ല. കാരണം ഞാനെല്ലാം മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു. നേരത്തെ പറഞ്ഞില്ലേ, മനഃകൃതമാണ് കൃതമായത്. അതുപോലെ തന്നെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചാൽ എല്ലാം ഉപേക്ഷിച്ചു. അതാണ് ജിഹാസ നിവർത്തി. അടുത്തത് പ്രേപ്സ നിവർത്തി. പ്രേപ്സ നിവർത്തി എന്ന് പറഞ്ഞാൽ ഇനി നേടാൻ ഒന്നുമില്ല. ഇനി എനിക്ക് ഒന്നും ജീവിതത്തിൽ കൂടുതലായിട്ട് അഡീഷണലായിട്ട് എനിക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ അത് കഴിഞ്ഞാൽ ശോക നിവർത്തി. ഞാൻ ഒന്നിലും ഇനി ദുഃഖിക്കില്ല. എന്ത് വന്നാലും ഞാൻ എൻ്റെ സമബുദ്ധി കൈവിടില്ല. കാരണം എന്താ? ദുഃഖിച്ചിട്ടും കാര്യമില്ല, സന്തോഷിച്ചിട്ടും കാര്യമില്ല. ഇതൊക്കെ അവസാനം ഒന്നിൽ പോയി എല്ലാം അവസാനം വെള്ളയായിട്ട് ഒരു വെള്ള തുണിയായിട്ട് മാറും. അതുകൊണ്ട് ഇതിലൊന്നും അർത്ഥമില്ല എന്നുള്ളതാണ് ശോക നിവർത്തി. ഭയനിവർത്തി. എന്താ ഭയനിവർത്തി? ഇനി ഒന്നിനും എനിക്ക് ഭയപ്പെടാനില്ല. മാക്സിമം നമ്മൾ ഭയപ്പെടുന്നത് എന്തിനാ? മരണത്തെ.
അപ്പോൾ ഈ സപ്തഭൂമികയിലൂടെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈവരുന്ന 7 നിവൃത്തികളിലാണ് ഭയനിവൃത്തി. പിന്നെ ഒന്നിനും ഭയപ്പെടാനില്ല. പിന്നെയോ സങ്കല്പ നിവൃത്തി. ഞാനൊന്നും ആവശ്യമില്ലാതെ സങ്കല്പിക്കുകയില്ല. കാരണം സങ്കല്പിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അതിൻ്റെ പുറകെ ആഗ്രഹം വരും. ആഗ്രഹം വരുമ്പോൾ എന്തായി? അത് സാക്ഷാത്കരിക്കാനുള്ള പ്രശ്നങ്ങളായി. സാക്ഷാത്കരിച്ച് കഴിഞ്ഞാലോ ഇതിനാ ഞാൻ എത്ര കിടന്ന് പാടുപെട്ടെ എന്നുള്ള തോന്നലായി. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സങ്കല്പിക്കുക, ഈ വീട് ഇത്ര പോരല്ലോ, സങ്കല്പിക്കുക. പിന്നെ എന്ത് സങ്കല്പിക്കുക? അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു അപ്സ്റ്റെയർ എടുക്കണം. വെറുതെ ഇരുന്നപ്പോൾ ചുമ്മാതിരുന്ന് ചൊറി തോണ്ടുകയെന്ന് പറയില്ലേ, അങ്ങനെ ഒരു തോന്നലുണ്ടായതാണ് ഒരു ദിവസം. അപ്പം എന്തായി? അപ്പുറത്ത് ഫ്രണ്ട് വെച്ചതിന് 3 നിലയുണ്ട്. അപ്പോൾ എനിക്ക് ഒരു നിലയിലിരിക്കുമ്പോൾ അതൊരു വിഷമം. സങ്കല്പിക്കുക. പിന്നെ ശരിക്കും നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയോളൂ. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുന്നത് നമ്മളെവിടെ കാണും അല്ലേ? വേറെ എവിടെയും പോകേണ്ടതൊന്നും പഠിക്കാൻ ഗുരു പറഞ്ഞോണം. നമ്മുടെ മനസ്സിൽ നിന്ന് പൊങ്ങണ തിരകൾ ഇങ്ങനെ നിരീക്ഷിച്ചാൽ മതി. ഇപ്പം എനിക്കൊരു വീട് വെക്കണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ആ വീടിൻ്റെ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞു മാത്രമല്ല, അതിൻ്റെ ഗാർഡനിൽ ഞാനിങ്ങനെ ഇരിക്കുന്നതും കുറച്ച് നേരം ആ ഗാർഡനിലൊക്കെ ഇരിക്കും. പണിതിട്ടുണ്ടാവില്ല, പ്ലാൻ പോലും വരച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അതിരിക്കും. ഇങ്ങനെ ഏത് കാര്യം ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ സങ്കല്പങ്ങളെ ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങനൊരു സങ്കല്പം വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അതിനെ പിടിച്ച് നുള്ളി അങ്ങോട്ട് മാറ്റണം. അതാണ് ഗുരു പറയുന്നത്. അതിൻ്റെ പുറകെ പോവരുത്. പുറകെ പോയി എന്തായി? ചുമ്മാ ഇരിക്കുകയായിരുന്നു. കണ്ണുടയ വെള്ളലാര് പറയുന്ന മാതിരി ചുമ്മാ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സങ്കല്പം വന്നത്, വീടിനൊരു മുകൾ നില എടുക്കണം. പിള്ളേരൊക്കെ കുഞ്ഞുങ്ങളായിരുന്നു, എന്നാലും എന്ത് വിചാരിക്കും? ആ പിള്ളേരൊക്കെ വലുതാവുമ്പോൾ അല്ലേ, വലുതാവുമ്പോഴേക്കും ഭൂമി ബാക്കി ഉണ്ടാവും എന്നുള്ള ചിന്തയൊന്നുമില്ല. അത് വലുതാവുമ്പോഴേക്കും പിന്നെ അതിൻ്റെ പുറകെ നടത്തായി. പിന്നെ പ്ലാൻ വരപ്പിക്കണം, ലോണ് പാസ്സാക്കണം, അങ്ങനെ നടക്കുക. അപ്പോൾ നോക്കിയപ്പോൾ ഭാര്യ പറയും ഇങ്ങനെ പോരാ, അവിടെ സിമെൻ്റ് ഒന്നും ഇട്ടാൽ പോരാ, അവിടെ ഇന്നത് ഇടണം. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു 10 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റ് ഇട്ടാൽ തുടങ്ങിയെങ്കിൽ തീരുമ്പോൾ ഒരു 20 ലക്ഷമായി. അപ്പോൾ 10 ലക്ഷം ലോണ് കിട്ടിയുള്ളൂ, ബാക്കിയൊക്കെ പലരുടെ കയ്യിൽ നിന്നും കടം മേടിച്ചതായി. പിന്നെ ഇത് വീട്ടേണ്ട കാര്യം, ശമ്പളം കൂടില്ലേ, അപ്സ്റ്റെയർ എടുത്തല്ലോ താൻ, എന്നാൽ തനിക്ക് ശമ്പളം കൂട്ടി തരാമെന്ന് ഒരാളും പറയില്ല. അപ്പം എന്തായി? അടയ്ക്കാൻ ബുദ്ധിമുട്ടായി, ആകെ പ്രശ്നമായി. പിന്നെ വല്ല കാര്യം ഉണ്ടായിരുന്ന ചുമ്മാ ഇരുന്നാൽ മതിയായിരുന്നില്ലേ? ഇതാണ് പലപ്പോഴും നമ്മൾ തന്നെ കുഴി തോണ്ടി അതിൽ ചെന്ന് ചാട്ടിടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഇതേ കാര്യങ്ങളാണ്. ഇത് കുറേ കഴിയുമ്പോൾ എന്താവും? ലോൺ അടയ്ക്കാൻ പറ്റാണ്ടാവും, അതായി പ്രശ്നമായി. അപ്പോൾ എന്ത് ചെയ്യും? എന്നാൽ ശരി, പിന്നെ ഒരു സങ്കല്പം എന്തിനെക്കുറിച്ച്? അടുത്ത സങ്കല്പം ചത്തുകളയാം. അതാണ് രക്ഷപ്പെടാനുള്ള ഏക വഴി. അപ്പോൾ പോയി ഇത് മേടിച്ചോണമെന്ന് മക്കളെയൊക്കെ വിളിച്ച് അടുത്തിരുത്തി എല്ലാം കൂട്ടി മക്കളെ ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ ഐസ്ക്രീമിൻ്റെ അടിയിൽ ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തു. ദേ പിറ്റേ ദിവസം പത്രത്തിൽ 5 അംഗ കുടുംബം ആത്മഹത്യ ചെയ്തു. എന്തിനാ? ചുമ്മാതിരിക്കുമ്പോൾ തോന്നിയ ഒരു സങ്കല്പം. പക്ഷെ നമ്മൾ ഈ സങ്കല്പിക്കുമ്പോൾ ആരും ഇത് കുഴി തോണ്ടലാണ് എന്ന് വിചാരിക്കില്ല. അപ്പോൾ സങ്കല്പം മുളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ നുള്ളിക്കളയുക. ആ നുള്ളിക്കളയുന്നതാണ് സങ്കല്പ നിവൃത്തി. അപ്പോൾ ഇങ്ങനെയുള്ള ആദ്യം സങ്കല്പ നിവൃത്തിയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സ്ഥിരമായിട്ട് ശീലിക്കേണ്ട ഒരു കാര്യം അത്. ഇപ്പം നമ്മളൊരു നല്ല സാരി വാങ്ങണം, അല്ലെങ്കിൽ നല്ലൊരു ആഭരണം വാങ്ങണം, അക്ഷയ തൃതീയ വന്നൊരു ആഭരണം വാങ്ങണം എന്നുള്ള സങ്കല്പം ആദ്യമുണ്ട്. ആ സങ്കല്പം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ എന്ത് കണ്ടു ഭാവനയിൽ? എല്ലാവർക്കും അറിയാതെ. കാരണം ആ ആഭരണം ഇട്ടുകൊണ്ട് ഞാനിങ്ങനെ സുന്ദരിയായിട്ട് നിൽക്കുന്നത് അപ്പം തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യും. ഇതാണ് നമ്മുടെ മനസ്സ്. എന്താ അതിൻ്റെ ഒരു കുറുമ്പ് അറിയോ? ഇതൊന്നും മുളച്ച് വന്നാൽ മതി. മുളച്ച് വരുമ്പോഴേക്കും നമ്മളത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തു. പിന്നെ വിഷ്വലൈസ് ചെയ്താൽ പിന്നെ നമുക്ക് ഇരിക്കപ്പുറത്തില്ല. പിന്നെ നമുക്ക് എന്ത് വേണം? മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് നമുക്ക് യഥാർത്ഥത്തിൽ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സകല വിധത്തിലുള്ള വഴിയും നോക്കും. ഇങ്ങനെ നോക്കുമ്പോൾ അവസാനം എന്ത് സംഭവിക്കും? നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ നരക തുല്യമാക്കിയിട്ട് മാറ്റും. നമുക്ക് നാമേ പണിവത് നാഗവും നരകവും അതുപോലെ. നമ്മൾ ജീവിതത്തിന് ശുദ്ധമായിട്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? ചുമ്മാ ഇരിക്കുക. അപ്പോൾ നാളെ തുടങ്ങി ഞാൻ ജോലിക്ക് പോകണില്ല, എന്താ 10 മണിയായിട്ടും പോവാത്ത? ഇന്നലെ ആത്മോപദേശം ക്ലാസ്സിൽ പറഞ്ഞു ചുമ്മാ ഇരുന്നാൽ മതി. നമ്മൾ ഭാര്യമാർ നോക്കിയപ്പോൾ സുഖമായിട്ട് ഒരുത്തിലിരിക്കണം. എന്താ അങ്ങനെ ഇരിക്കണത്? ആഹാരമൊന്നും ഉണ്ടാക്കണില്ലേ? ഇന്നലെ കേട്ടു ചുമ്മാ ഇരുന്നാൽ മതി. ആ ചുമ്മാ ഇരിക്കലല്ല പറഞ്ഞത്. ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യണം, വിഹിത കർമ്മങ്ങൾ ചെയ്യണം. ഏത് കർമ്മങ്ങൾ ചെയ്യരുത്?
അവിഹിത കർമ്മങ്ങൾ ചെയ്യരുത്. അതാണ് ധർമ്മം. നമ്മൾ ധർമാർത്ഥ കാമ മോക്ഷം പറയും. എന്താ ഈ ധർമാർത്ഥ കാമ മോക്ഷം? അർത്ഥമാവാം, കാമമാവാം, ഒക്കെ ആവാം. പക്ഷേ ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതാണ് വിഹിത കർമ്മം. വിഹിത കർമ്മം അനുഷ്ഠിച്ച് കർമ്മത്തിൻ്റെ ഫലത്തിൽ ആഗ്രഹിക്കാതെ ചുമ്മാ ഇരുന്നോളൂ. അപ്പോൾ എവിടെ എത്തും? ഈ സപ്തഭൂമികളും പിന്നിട്ട് ശരിക്കുള്ള ആത്മജ്ഞാനത്തിലേക്ക് എത്തും. അപ്പോൾ ഞാൻ പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ യോഗവാസിഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഈ പരവശൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങോട്ടൊക്കെ പോയത്. എങ്ങനെയാണ് നമ്മൾ പരവശരാകുന്നത്? പരവശൻ ഗുരു ഭയങ്കരമായിട്ട് ഗുരുവിനെ ആകർഷിച്ചൊരു പദമാണെന്ന് തോന്നുന്നു. അത് നമ്മളെയൊക്കെ വിചാരിക്കുമ്പോൾ ഗുരുവിൻ്റെ മനസ്സിൽ വരുന്ന വാക്കെന്താ? പരവശൻ അല്ലെങ്കിൽ അവശൻ. ഈ പരവശൻ അവശൻ എന്ന് പറഞ്ഞത് വാർദ്ധക്യമായി. ഇപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ പലരും ഞാനടക്കം പരവശരായിട്ട് അങ്ങോട്ട് വരുന്നത് കിതച്ച് വിഷമിച്ച്. ആ പരവശ്യമല്ല, ശരീരത്തിൻ്റെ പരവശതയല്ല ഗുരു ഇവിടെ പറഞ്ഞത്. നമ്മുടെയൊക്കെ ഇന്നർ സോളിൻ്റെ പരവശത. അതെങ്ങനെ പരവശൻ എന്നുള്ള വാക്ക് വന്നേ? പരത്തിൽ വശമായിട്ടുള്ളവൻ, മറ്റൊന്നിൻ്റെ കൈവശം അകപ്പെട്ടവൻ, സ്വന്തം കയ്യിലിരിപ്പ് അറിയാത്തവൻ. കയ്യിലിരിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലല്ല, സ്വന്തം ആ ശക്തി മനസ്സിലാക്കാതെ പുറത്തുനിന്ന് അത് കിട്ടുമ്പോഴാണ് സുഖം, ഇത് കിട്ടുമ്പോഴാണ് സുഖം, അവനെ പിടിച്ച് അത് നടത്തിയാലാണ് സുഖം, ഇത് വാങ്ങി ലോൺ എടുത്തൊരു കാറ് വാങ്ങിയാലാണ് സുഖം. അപ്പോഴൊക്കെ എവിടെ ഇരിക്കുന്നത് നമ്മൾ? പരവശൻ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഗൃഹസ്ഥാശ്രമി എവിടെ ഇരിക്കണം? സ്വന്തം വീട്ടിലിരിക്കണം. മറ്റുള്ളവരുടെ ഉമ്മറത്ത് ചെന്നിരുന്നാൽ കുഴപ്പമാണ്. സ്വന്തം വീട്ടിലിരിക്കണം. ആ സ്വന്തം വീട്ടിലിരിക്കണ ഇരിപ്പാണ് ഈ പറയുന്നത്. അതിരിക്കാത്തവരെയാണ് ഗുരു എന്ത് പറയുന്നത്? പരവശരായി പരതത്വം എൻ്റേതെന്ന് ഓർക്കരുത്. നമ്മുടെ എല്ലാം എന്താ ധാരണ? ഇതെൻ്റെ ഫ്ലാറ്റ്, ഇതെൻ്റെ ഭൂമി, ഇതെൻ്റെ കണ്ണട, ഇതെൻ്റെ പുസ്തകം, ഇതെൻ്റെ പ്രസ്ഥാനം, ഒക്കെ എൻ്റെ എന്ന് വെച്ചിട്ട് നമ്മൾ പറയുക. ആ വഴിക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾക്ക് എപ്പോഴും പരവശനാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ധരിക്കും? ഈ അറിവും എൻ്റെയാണ് എന്ന് ധരിക്കരുത്. അറിവ് എന്താണ്? എൻ്റെ എന്നല്ല ധരിക്കേണ്ടത്, ഞാനെന്ന് ധരിക്കണം. അതാണ് ശരിയായ വഴി. ഈ അറിവ് എൻ്റെ അല്ല. നമ്മൾ ഈ മെറ്റീരിയൽസ് മുഴുവൻ, ഈ ബാഹ്യമായിട്ടുള്ള ജഡപദാർത്ഥങ്ങളെ മുഴുവൻ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? എൻ്റെ എന്ന്. ആ വഴിക്ക് പരവശൻ, അതാണ് നമ്മുടെ ശീലം. നമ്മളെപ്പോഴും പരത്തിൽ വശനായിട്ടുള്ളവരാണ്. ആ പരത്തിൽ വശരായിട്ടുള്ളവരായിക്കൊണ്ട് പരതത്വത്തെ എൻ്റെ എന്ന് ഓർക്കരുത്. എൻ്റെ എന്ന് ഓർക്കരുതെന്ന് പറഞ്ഞാൽ എന്തോർക്കണം? അത് ഗുരുവിടെ പറഞ്ഞിട്ടില്ല. എന്തോർക്കണം? ഞാൻ തന്നെയാണ് എന്ന് ഓർക്കണം. കതിപ്പതൊന്നിനാലേ വരുമറിവേത്. ഒരു ചോദ്യമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങളോട്. ഗുരുദേവൻ എന്ത് പറഞ്ഞു നമ്മളോട്? പരവശരായിട്ട് മറ്റുള്ള ബാഹ്യവസ്തുക്കളെ, ജഡവസ്തുക്കളെ എൻ്റെ എന്ന് വിചാരിക്കുന്ന പോലെ നിങ്ങളാരും കരുതരുത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് വരുമറിവേത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഈ അറിവ് നമുക്ക് അനുഭവപ്പെടുകയില്ല. ഈ പറഞ്ഞ കാര്യം തന്നെ ഇന്നിപ്പോൾ ആത്മോപദേശം കേട്ടോ നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പരവശരായിട്ട് എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഈ പരതത്വം എൻ്റെ എന്ന് വിചാരിക്കരുത്. പരമതത്വം ഞാൻ തന്നെയാണ്, ശിവോഹം എന്ന് തന്നെ അറിയണം എന്ന് പറഞ്ഞു എന്ന് നമ്മൾ പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം എന്ത് വരില്ല? അറിവ് ഉണർന്നു വരില്ല. അതാണ് ഗുരു വളരെ ഇങ്ങനെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണ പോലെ പറയാ, കതിപ്പതൊന്നിനാലേ വരുമറിവേത്. വെറുതെ പറഞ്ഞതുകൊണ്ടും വായിച്ചതുകൊണ്ടും ആത്മോപദേശം ക്ലാസ്സിൽ പോയതുകൊണ്ടും ഭഗവത്ഗീത സത്രത്തിൽ പങ്കെടുത്തുകൊണ്ടൊന്നും ഈ അറിവ് വരില്ല. കാരണം നമ്മുടെ സ്വഭാവം എന്താ? പരവശനായിരിക്കുക എന്നുള്ളത്. അതാണ് ഗുരു പറഞ്ഞ് വരാകതിപ്പതാലേ. ഒരിക്കലും കഥിച്ചതുകൊണ്ട്, കഥിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പറയുക. വെറുതെ പറഞ്ഞതുകൊണ്ട് അത് വരില്ല. പരമപദം പരിചിന്ത ചെയ്തിടണം. ആ പരമപദം പരിചിന്ത ചെയ്യാനുള്ള ചില അടിസ്ഥാന ചര്യകളാണ് യോഗവാസിഷ്ടത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്കെന്നല്ല എനിക്കടക്കം പറഞ്ഞു തന്നത്. അപ്പോൾ ഈ പരിചിന്ത ചെയ്യണം. പരമപദം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം?
ഒരു മൂമെൻറ്റിൽ കേട്ടു, വേറൊരു മൂമെൻറ്റിൽ മറന്നു പോയാൽ പോരാ, സ്ഥിരമായിട്ട് നമ്മളതിലിരുന്ന് പരിചിന്ത ചെയ്യണം. കാരണം ഒരു പക്ഷി അതിൻ്റെ മുട്ട വിരിയിക്കാനായിട്ട് എന്ത് ചെയ്യും? ഒരു 5 മിനിറ്റ് ഇരുന്ന് ഞാൻ നാളെ വന്നിരിക്കാമെന്ന് പറഞ്ഞിട്ട് പോയാൽ മുട്ട കെട്ടുപോകും. അതുപോലെ ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വിരിഞ്ഞിറങ്ങി വരണമെങ്കിൽ എന്ത് വേണം? സ്ഥിരമായിട്ട് നമ്മളതിൽ അടയിരിക്കണം. സ്ഥിരമായിട്ട് അടയിരിക്കണം എന്ന് പറഞ്ഞാൽ നാളെ തുടങ്ങി ജോലിക്കും പോണില്ല, ഒന്നും ചെയ്യണില്ല, ഞാനിങ്ങനെ പരിചിന്ത ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഏത് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ഈ പരിചിന്ത ചെയ്യാം അല്ലേ? എന്ത് ചെയ്യുമ്പോഴും നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ ചെയ്യുക. മറ്റുള്ളതിലേക്ക് നമ്മുടെ മനസ്സ് ചിന്നിച്ചിതറി പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉടനെ നമ്മൾ ഈ അറിവിൻ്റെ കാന്തം വെച്ചുകൊണ്ട് ഇതിലേക്ക് നമ്മുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുവരണം. ആ കൂട്ടിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കിത് അറിയാൻ പറ്റൂ. അല്ലാതെ ക്ലാസ്സുകൾ കേട്ടിട്ടും പുസ്തകങ്ങൾ വായിച്ചിട്ടും ഉപദേശം വായിച്ചിട്ടും ഒന്നും കാര്യമില്ല. ചിലരൊക്കെ വിചാരിക്കും നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ മന്ത്രദീക്ഷ വാങ്ങിയാൽ രക്ഷയായി. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി മന്ത്രദീക്ഷ വാങ്ങി കഴിഞ്ഞു, അതോടുകൂടി അപ്പോൾ നമ്മൾ വിചാരിക്കാം മന്ത്രദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്യണം? ആ മന്ത്രദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ തന്ന മന്ത്രത്തെ നമ്മൾ സ്ഥിരമായിട്ട് ജപിക്കണം. സ്ഥിരമായിട്ട് ജപിക്കണം എന്ന് പറഞ്ഞാൽ കാലത്ത് എഴുന്നേറ്റ് 108 ഒരു രുദ്രാക്ഷം കൈ കൂടെ ആക്കിയിട്ട് ജപിച്ചാൽ മാത്രം പോരാ. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ, ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നു, ജോലിക്ക് പോകണം, ട്രെയിനിൽ കയറി ബസ്സിൽ കയറി വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉറക്കം ജപിക്കേണ്ട കേട്ടോ, അപ്പോൾ പിടിച്ചവരെ ഇറക്കും വണ്ടിയിൽ നിന്ന്. പതുക്കെ നമ്മൾ ഉള്ളിലിരുന്നിട്ട് ആ മന്ത്രം ഇങ്ങനെ, അതേത് മന്ത്രം, അങ്ങനെ കിട്ടിയ മന്ത്രം ഉറക്കെ പറയാൻ പാടില്ല എന്നാണ് പറയുക, മറ്റുള്ളവർ അറിയരുത് എന്ന് പറയുക. ആ മന്ത്രം പതുക്കെ നമ്മളിരുന്ന് മാനസിക ജപം മനസ്സിനകത്ത് ജപിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം ശിവോഹം എന്നൊരു മന്ത്രമാണെന്ന് കരുതും, എളുപ്പം ജപിക്കാനുള്ളതാണ് ശിവോഹം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഇരുന്നുകൊണ്ട് ശിവോഹം 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 എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ മനസ്സെന്ത് ചെയ്യില്ല? പുറത്തേക്ക് ഓടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ സൈഡ് സീറ്റിലിരുന്ന് ഹായ് നല്ലൊരു സാരി വന്നിട്ടുണ്ടല്ലോ, തിരിച്ച് വരുമ്പോൾ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയിട്ട് അത് മേടിച്ച് നാളെ അത് ഉടുത്തിട്ട് ഓഫീസിൽ പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയിരുന്നു, അപ്പോൾ അതേ മൊബൈലിൻ്റെ ഒരു സെറ്റിൻ്റെ പരസ്യം, ഹായ് എന്നാൽ അത് വാങ്ങിയിട്ട്, അത് നമ്മുടെ മനസ്സ് ചിന്ന ഭിന്നമായി പോകാതെ നമ്മളകത്ത് ഇങ്ങനെ അതാണ് സ്ഥിരമായിട്ട് അതിന് നിഷ്ഠ വേണം. പറഞ്ഞതുകൊണ്ട് മാത്രം നടക്കില്ല. ഇപ്പോൾ നമുക്ക് നല്ല തലവേദനയുണ്ട്, എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇത് പെയിൻ കില്ലർ കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ പറഞ്ഞ സാധനം ഇല്ല. അപ്പോൾ ഭാര്യയ്ക്ക് തലവേദന ആണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിന് തലവേദനയെങ്കിൽ ഭാര്യ വന്നിരുന്നിട്ട് പറയാം പെയിൻ കില്ലർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തലവേദന മാറില്ല. എന്ത് വേണം? വണ്ടി എടുത്ത് പോയി അതൊരു കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കഴിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കണം. എന്നാലേ ആ തലവേദന മാറും. അപ്പോൾ ജീവിതമാകുന്ന തലവേദന മാറണമെങ്കിൽ ഈ ആത്മതത്വമാകുന്ന മരുന്ന് നമ്മൾ കഴിക്കണം എന്ന് പറഞ്ഞാൽ ചുണ്ടുകൊണ്ട് ഉരുവിട്ടാൽ പോരാ. അതാണ് ഗുരു പറയുന്നത്. പരമപദം പരിചിന്ത ചെയ്തിടണം. ശ്രവണം, മനനം, നിധിധ്യാസനം. കാരണം ശ്രവിക്കണം, ഒരു ഗുരുവിൽ നിന്നത് കേൾക്കണം, പിന്നെ അതിനെന്ത് ചെയ്യണം? മനനം ചെയ്യണം. ആ മനനത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് നമ്മളിവിടെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഇവിടെ ചെയ്യുന്നത്. കാരണം അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതെല്ലാം അതിൻ്റെ അർത്ഥബോധത്തോടു കൂടി തെളിഞ്ഞു വരണം. ഇനി അറിവിലിരുന്ന് പരതത്വമാർന്നിടാതെ ഈ അറിവിനെ ഇങ്ങറിയുന്നതെന്നിയേ ഞാൻ താൻ പരവശനായ അറിവിയില പണ്ഡിതൻ തൻ പരമരഹസ്യമിതാരു പാർത്തിടുന്നു. പണ്ഡിതൻ്റെ പരമരഹസ്യത്തെ നമുക്കാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇവിടെ പണ്ഡിതൻ എന്ന് പറയുന്നത് സ്കോളർ എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മളെല്ലാം ആ പദത്തെ ഉപയോഗിച്ച് ഏതർത്ഥത്തിലായി? അയാൾ വലിയ പണ്ഡിതനാന്ന് പറയും. ഏതർത്ഥത്തിൽ? സ്കോളറാണെന്നുള്ള അർത്ഥത്തിൽ. സ്കോളർ എന്നല്ല പണ്ഡിതൻ്റെ ശരിക്കുള്ള അർത്ഥം. പണ്ഡ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം. ഞാൻ നേരത്തെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടത്. പണ്ഡിതൻ എന്ന് പറഞ്ഞാലോ ജ്ഞാനി, ആത്മജ്ഞാനി. ഒരുപാട് ഡിഗ്രി എടുത്ത ആളെ നമുക്ക് പണ്ഡിതെന്ന് വിളിക്കാൻ പറ്റില്ല. ഒരു ഡിഗ്രി എടുക്കാത്ത, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, രാമകൃഷ്ണ പരമഹംസരോ രമണ മഹർഷിയോ ശ്രീനാരായണ ഗുരുദേവനോ അവരുടെ മുമ്പിൽ IAS IPS ഒന്നും വെക്കാനില്ല. ഡോക്ടർ ശ്രീനാരായണ ഗുരു എന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഡോക്ടർ രാമകൃഷ്ണ പരമഹംസർ, ഡോക്ടർ രമണ മഹർഷി എന്നൊന്നുമില്ല. പക്ഷെ അവരാരാണ്? അവരുടെ അറിവൊന്നും ഡോക്ടറേറ്റ് കൊണ്ട് അളന്നിടാൻ പറ്റിയതല്ല. അതെന്താണ്? ആത്മജ്ഞാനം. അങ്ങനെയുള്ള ആത്മജ്ഞാനത്തെ അറിവിലിരുന്ന്
പരത്വമാർന്നിടാതെ, അറിവിലിരുന്ന് അപരത്വം ആർന്നിടാതെ. ഇതാണ് ഈ ഗുരുവിൻ്റെ വാക്കുകളുടെ ഒരു പ്രത്യേകത. ഒന്ന് അങ്ങോട്ട് തിരിച്ചാൽ ആശയം കംപ്ലീറ്റ് മാറി. അറിവിലിരുന്ന്, നമ്മൾ എവിടെ ഇരിക്കണം സ്ഥിരമായിട്ട്? അറിവിലിരുന്ന് അപരത്വം ആർന്നിടാതെ. അപ്പോൾ നമ്മൾ ചോദിക്കുക, നമുക്കൊരു സംശയം. ഗുരു പറഞ്ഞു അറിവായിട്ട് മാറണമെങ്കിൽ എപ്പോഴും ചിന്ത ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെപ്പോലുള്ളൊരു സാധാ ശിഷ്യന് വരുന്നൊരു സംശയം, അതെങ്ങനെയാണ് ഗുരു? നമ്മൾ അറിവ് തന്നെയാണെങ്കിൽ പിന്നെ അതിലിരുന്ന് വേറൊന്നാകാതെ നമ്മളെങ്ങനെ ചിന്ത ചെയ്യും? വിവരം മനസ്സിലാകുന്നുണ്ട്? ഒരു വലിയൊരു ക്ലൂ ആണ് അവിടെ ഗുരു നമ്മോട് പറഞ്ഞു തരുന്നത്. ഞാൻ അറിവാണ് എന്ന് എനിക്ക് ബോധ്യം വരണമെങ്കിൽ ഞാൻ എവിടെ ഇരുന്ന് ചിന്തിക്കണം? അറിവിലിരുന്ന് ചിന്തിക്കണം. അറിവിലിരുന്ന് ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുക? ചിന്തിക്കണമെങ്കിൽ ഒരു കാര്യം വേണം. ഞാൻ അറിവാണ് എന്ന് ചിന്തിച്ചെനിക്ക് ബോധ്യം വന്നാൽ പിന്നെ എനിക്ക് ചിന്തയുണ്ടാ? ഇല്ല. അപ്പോൾ പിന്നെ ആർന്നിടാതെ എങ്ങനെ ഈ അറിവിനെ അറിയും? അതാണ് ചോദ്യം. അപരത്വം ആരാൻ പാടില്ല എന്ന് പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഈ അറിവിനെ അറിയുക? അറിവിനെ രണ്ടാമതൊന്നായിട്ട് കണ്ടാലല്ലേ ചിന്തിക്കാൻ പറ്റും. മനസ്സിലാകുന്നില്ല? അറിവിനെ എന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നായി അറിഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ എന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ. അതുകൊണ്ട് ഗുരു പറയാണ്, പരവശനായ അറിവിയില്ല. പരവശത്തിൽപ്പെട്ട നമ്മളാരും എന്തറിയില്ല? പണ്ഡിതൻ പരമരഹസ്യം. യഥാർത്ഥ ആത്മജ്ഞാനിയുടെ ആ ജ്ഞാനരഹസ്യത്തെ പരവശന്മാരായ നമുക്കൊന്നും തന്നെ അറിയാൻ സാധിക്കുന്നതല്ല. ഇതാരു പാർത്തിടുന്നു? ആർക്കാണിത് അറിയാൻ സാധിക്കുക? കാരണം ഗുരു ആ രഹസ്യം നമ്മളോട് പറഞ്ഞു തന്നില്ല. എന്താ കാരണം? ആർക്കും ആ രഹസ്യം അറിയാൻ പറ്റില്ല. എന്താ കാരണം? നമ്മളെല്ലാം പരവശന്മാരാണ്, പരത്തിൻ്റെ വശത്തിൽപ്പെട്ടവരാണ് നമ്മളൊക്കെ. അങ്ങനെയുള്ളവർക്കാർക്കും ഒരു ആത്മജ്ഞാനിയുടെ രഹസ്യത്തെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം ബുദ്ധൻ ഈ നിർവ്വാണം ഉണ്ടായപ്പോൾ അത്ഭുതപ്പെടുന്നുണ്ട്, ഇതെങ്ങനെയാണിത് സംഭവിച്ചത്? ഇതെങ്ങനെ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും? കാരണം ആർക്ക് നിർവ്വാണം ലഭിച്ചില്ലല്ലോ എന്ന് ബുദ്ധൻ സങ്കടപ്പെടുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത്, നീ അറിഞ്ഞ മാറ്റർ പറഞ്ഞു കൊടുക്കുക, അല്ലാതെ ഈ ജ്ഞാനത്തെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം അത് പരമമായ നിഗൂഢമായ ഒരു രഹസ്യമാണ്. രാമകൃഷ്ണ പരമഹംസരുടെ മുമ്പിൽ നരേന്ദ്രൻ വന്നത് ശിഷ്യപ്പെടാൻ വന്നതല്ല, ഒന്ന് വാട്ടിക്കളയാന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ആകെ അവശനായിപ്പോയി നരേന്ദ്രൻ. വന്ന ഉടനെ ചോദിച്ചത് എന്താ? അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ നരേന്ദ്രൻ വിചാരിച്ചത് രാമകൃഷ്ണ പരമഹംസരാകെ തളർന്നു പോകുന്ന. പക്ഷെ പരമഹംസർ എന്താ പറഞ്ഞത്? ഉവല്ലോ മകനെ, നിന്നെ കാണുന്ന പോലെ ഞാൻ ഇപ്പം എൻ്റെ മുമ്പിൽ കാണുന്ന പോലെ ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്. അതോടുകൂടി പിന്നെ നരേന്ദ്രനെ ഒന്നും ചോദിക്കാൻ പറ്റാണ്ടായി. ഒരുപാട് മോനകൂർപ്പിച്ച ചോദ്യങ്ങളൊക്കെ പോക്കറ്റിലിട്ടിട്ട് അദ്ദേഹം വന്നത്. പക്ഷെ അതോടുകൂടി നരേന്ദ്രന് ഒന്നും മിണ്ടാൻ പറ്റാണ്ടായിട്ട് രാമകൃഷ്ണ പരമഹംസര് സ്വാമിയുടെ ശിരസ്സിൽ കൈ വെച്ചു എന്നാണ് പറയുന്നത്. ആ കൈ വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ ഒരു ഇലക്ട്രിസിറ്റി, ഒരു വൈദ്യുതി കടന്നു പോകുന്നത് പോലെ തോന്നി. പിന്നെ കുറച്ച് നേരത്തേക്ക് ഒന്നും വിവേകാനന്ദന് ഓർമ്മയില്ലത്രേ. അപ്പോൾ അതെന്തുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളത് ആലോചിക്കുക, അതെന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് ആലോചിച്ചിട്ട് ഇപ്പോൾ ഭൂമിയുടെ ഉത്ഭവം കാണാനായിട്ട് നമ്മൾ പരീക്ഷണത്തിൽ ഏർപ്പെടുന്ന പോലെ അത് പോയി പരീക്ഷിച്ചിട്ട് കാര്യമില്ല. എന്താ കാരണം? പരമ രഹസ്യം, ഒരു ജ്ഞാനിയുടെ രഹസ്യം മറ്റൊരാൾക്കും അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഗുരു നമ്മളോട് ഇതിൻ്റെ രഹസ്യം പറഞ്ഞു തരുന്നില്ല. ന്യായമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്നൊരു ചോദ്യം ഇതാണ്: അറിവിൽ ഇരുന്ന് അപരത്വമാർന്ന് എങ്ങനെയാണ് ഈ അറിവിനെ അറിയുക? പക്ഷെ അത് എങ്ങനെ എന്നതിന് ഗുരു മറുപടി പറയാതെ നമ്മളോട് പറയണേ, അത് അതീവമായിട്ടുള്ള ഒരു രഹസ്യമാണ്. പരവശന്മാർക്കൊന്നും അതറിയാൻ സാധിക്കില്ല. ഇനി പ്രതിവിഷയം പ്രതിബന്ധമേറിമേവുന്നിതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. അതിവിശദസ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നതിനില്ല നീതിഹാനി. ഇതൊരു പരമരഹസ്യമാണെന്ന് പറഞ്ഞിട്ട് ഗുരു അതിൻ്റെ ഒരു ചെറിയ അടുത്തെത്താനുള്ളൊരു വഴി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് വഴി?
പ്രതിവിഷയം പ്രതിബന്ധമേറിമേവുന്നിതിനെ. എന്തുകൊണ്ടാണ് നമുക്ക് ആ രഹസ്യം അറിയാതിരിക്കുന്നത്? ഇങ്ങനെയാണ് ജ്ഞാനം എന്നൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മളത് അറിയാതിരിക്കുന്നത് പ്രതിവിഷയം, ഓരോ വിഷയവും അതിനെ അറിയാനുള്ള പ്രതിബന്ധമായിട്ട് മാറും. കാരണം ഇതിപ്പോൾ ആത്മശതകം പഠിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ പ്രതിബന്ധങ്ങൾ വരികയായി അല്ലേ? ഓരോന്നിനും ഇവിടുന്ന് വണ്ടി കിട്ടണം, അയ്യോ എപ്പോഴാണ് അകത്ത് 11 മണിക്ക് എത്തും, 12 മണിക്ക് എത്തും, അപ്പോൾ ആത്മശതകം പോയി. അതിൻ്റെ മീതെ ഇതൊക്കെ വന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി അവിടെ മുകളിൽ ചെന്നു, ആയി നല്ല സാമ്പാർ അല്ലേ, നല്ല അസല് ചോറ്, ഈ ഓരത്ത് നന്നായി ഇത്തിരി ഉപ്പ് കൂടിപ്പോയി തോന്നുന്നു, കഴിഞ്ഞു, ആത്മാവ് അതിൻ്റെ അടിയിൽ പോയി. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ? ഇതെല്ലാം നമുക്ക് പ്രതിബന്ധങ്ങളാണ്. കാരണം സാധാരണ ജീവിതം ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ ആത്മജ്ഞാനത്തെ അറിയാൻ കഴിയാത്തത്, ആത്മജ്ഞാനമാണ് ഞാൻ തന്നെ എന്നറിയാൻ സാധിക്കാത്തത്, നമ്മളൊക്കെ പരവശരാണ്, മറ്റു പലതിൻ്റെയും പിടിയിൽപ്പെട്ടവരാണ്. അത് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് സകല വിഷയം എന്തായിരിക്കും? ആത്മജ്ഞാനത്തിലേക്കുള്ള വഴിയിലെ പ്രതിബന്ധം ആയിരിക്കും. പ്രതിബന്ധം ഏറിമേവുന്നു ഇതിനെ. ഒരു കാര്യം കൊണ്ട് നമുക്കിതിനെ മാറ്റാം, ഈ പ്രതിബന്ധത്തെ മാറ്റാം. എന്താണ്? നിജസ്മൃതിയെ നിരാകരിക്കൂ. നിരാകരിക്കുക, മാറ്റുക, ഉപേക്ഷിക്കുക എന്നൊക്കെയാണ് നിരാകരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രതിബന്ധങ്ങളെ ഒഴിവാക്കാൻ പറ്റൂ. ഏതാണ് ആ കാര്യം? നിജസ്മൃതി. നിജസ്മൃതി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവനവനെക്കുറിച്ചുള്ള സ്മരണ. ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ ജീവിതത്തിലെ ഏറിയ സമയം നമ്മൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കുക? 99% സമയവും നമ്മൾ ചെലവഴിക്കുന്നത് ആരെക്കുറിച്ച് ചിന്തിക്കാനാണ്? മറ്റുള്ളവരുടെ കാര്യം, അവരുടെ കാര്യം, ഇവരുടെ കാര്യം. ഇപ്പോൾ നമ്മളൊരു അമ്മയാണെങ്കിൽ മക്കളുടെ കാര്യം, ഭർത്താവിന് അതുണ്ടാക്കണോ ഇതുണ്ടാക്കണോ, കുട്ടികളുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കും. അച്ഛന്മാരാണെങ്കിൽ എങ്ങനെ പണം എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ കൂടുതൽ സുഖമായിട്ട് ഈ ഭാര്യേനെയും മക്കളെയൊക്കെ കൊണ്ടുനടക്കണം, അങ്ങനെ അപ്പോഴും വേറെ കാര്യങ്ങൾ ചിന്തിക്കും. ഇപ്പോൾ നമ്മൾ ആരും നമ്മുടെ കുറ്റം കാണില്ല. എനിക്കും കുറ്റമുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കുറ്റം കുറവുണ്ട്, പക്ഷെ നമ്മളാരും എന്ത് കാണില്ല? നമ്മളെ കാണൂല. കാരണം നമ്മുടെ കുറ്റക്കുറവൊന്നും കാണില്ല. അത് അവളുടെ കാര്യം ഇക്കറിയാം, അല്ലെങ്കിൽ അവനാരാ. ഇങ്ങനെ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കാനാണ് നമ്മുടെ സമയം എപ്പോഴും മാറ്റി വയ്ക്കുന്നത്. ഒരിക്കലും നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കില്ല. ധ്യാനിക്കുമ്പോൾ കുരങ്ങനെ ഓർക്കരുതെന്ന് പറഞ്ഞ മാതിരിയാ. ഈ ധ്യാനം എന്തിനു വേണ്ടിയിട്ടാണ്? നിജസ്മൃതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ ഗമയിൽ പുൽപ്പായൊക്കെ വിരിച്ചിരുന്നു, ആസനമൊക്കെ ബന്ധിച്ചു, കൈയൊക്കെ ചിന്മുദ്രയിൽ വെച്ചു, കണ്ണൊക്കെ നിറിയൽ പിടിച്ചു. എന്താ കാര്യം? അപ്പോഴും കടന്നു വരുന്നത് ആരാ? ഇന്നലെ ബസ്സിൽ കയറിയപ്പോഴേ ഒരാളെ ഒരു കാര്യമില്ലാണ്ട് അയാൾ കയറി വരും മനസ്സിൽ. അയാളെ തല്ലി മാറ്റുമ്പോഴേക്കും വേറൊരാൾ കയറി വരും. ഇതെപ്പോൾ നോക്കിയാലും. അതുകൊണ്ടാണ് ഗുരു നമ്മളെന്ത് വിളിച്ചു. ഇപ്പോൾ ഈ പരവശം എന്നുള്ള പേര് എത്ര ആപ്റ്റാന്ന് നോക്കി. നമ്മളെപ്പോഴും നമ്മുടെ സമയം ചെലവഴിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ്. ഒരിക്കലും എന്നെക്കുറിച്ച് ചിന്തിക്കില്ല. എന്നെക്കുറിച്ച് ചിന്തിക്കുക എന്ന് വെച്ചാൽ ഞാനിന്ന് ഏത് സാരി ഉടുക്കണം എന്ന് വൈകുന്നേരം ക്ലാസ്സിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് ഏത് മുണ്ട് മേടിച്ച് ഉടുക്കണം, അല്ലെങ്കിൽ ഏത് പാൻസ് ഷർട്ട്, ആ ചിന്തയല്ല ഉദ്ദേശിക്കുന്നത്. നിജസ്മൃതി എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം ഉണ്മയെക്കുറിച്ചുള്ള ചിന്ത. ആ ചിന്ത മാത്രമേ ഏതിനെ മാറ്റൂ? പ്രതിവിഷയം പ്രതി വരുന്ന പ്രതിബന്ധങ്ങളെ മാറ്റൂ. അപ്പം മനസ്സിലായോ രഹസ്യം എന്താന്ന്? ഇത് നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. അങ്ങനെ പറ്റാത്തതുകൊണ്ട് നമുക്ക് എന്തറിയില്ല? ഒരു ജ്ഞാനിയുടെ രഹസ്യം എന്താണ് എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഒരൊറ്റ മരുന്നേ ഉള്ളൂ ഇതിന്. ഏതിന്? ഈ ഭൗതിക ലോകത്ത് കിടന്ന് നമ്മൾ പിണയുന്നതിന്, അതിൽ കിടന്ന് തമ്മിൽ ഉഴലുന്നതിന് ദിവ്യമായൊരു ഔഷധം ഗുരു പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇത് നിജ സ്മൃതി. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ നമ്മളിതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാലും ഒരു പരിധി വരെ നമുക്കിതിനെ ശ്രമിക്കാം അല്ലേ? കാരണം ഈ തൈലധാര പോലെ നമുക്ക് ജപിക്കാം. കാരണം നിജസ്മൃതി നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ശബ്ദത്തിലൂടെ നമ്മുടെ കോൺസെൻട്രേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജപിക്കാൻ പറയുന്നത്. പല വഴികളുണ്ട്. മനമലർഗോ ഇത് മഹേശ പൂജ ചെയ്യാൻ പറ്റുന്നത് നിജസ്മൃതിയാണ്. അതിന് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? വനമലര് കൊയ്യാം. ഇനി വനമലര് കൊയ്യാനായിട്ട് തോട്ടം പൂവൊന്നുമില്ലെങ്കിൽ അങ്ങാടി പോകേണ്ട ഒരു കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? മായാമനു
ഉരുവിട്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സ് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ആ പോകാതിരിക്കാൻ ബലമായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പം എൻ്റെ മനസ്സായാലും നിങ്ങളുടെ മനസ്സിലായാലും എനിക്കറിയാം, നമുക്കൊക്കെ സാധാരണ മനുഷ്യജീവികളാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ പ്രതിബന്ധങ്ങളാകുന്ന വിഷയങ്ങളെ അകറ്റാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിനുള്ളൊരു ചെറിയ ടെക്നിക്കാണ് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഭൂമികകളും അതുപോലുള്ള ചില നിവൃത്തികളും. അപ്പോൾ അതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഏത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, ഇപ്പോൾ ഉള്ളി തൊലി കളയാണ്, വെണ്ടക്കായ നുറുക്കുകയാണ്, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്, എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാം? ശിവോഹം 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 എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പുറത്തൂരിടുമ്പോൾ മക്കൾ വിചാരിക്കും ഇതെന്താ അമ്മയ്ക്കുന്നല്ല, അവരൊരു കുഴപ്പമില്ലായിരുന്നു. ആ ടീച്ചർ വന്ന അമ്മയുടെ ആകെ നട്ടും ബോൾട്ടൊക്കെ പോയിന്നുകൊണ്ട് ഇപ്പോൾ ഏത് നേരം വെറുപുറത്തോണ്ട് നടക്കുക എന്ന് പറയും. ഉറക്കെ പറയണ്ട, മനസ്സിൽ സങ്കല്പിച്ചൂടെ? അപ്പോൾ മനസ്സ് നമ്മളെ വേറെ വഴിക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം? പിടിച്ച് ശിവോഹത്തിലേക്ക് കൊണ്ടുവരും. നമുക്കിഷ്ടമുള്ളൊരു മന്ത്രം, ഞാൻ ശിവോഹം എന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അതിങ്ങനെ നിരന്തരം ജപിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് എന്ത് മനസ്സിലാവും? ഇനി ഇങ്ങനെ അധികം ഓടിയ കാര്യമില്ല, ഇവൾ എന്നെ പിടിച്ച് കെട്ടി, അല്ലെങ്കിൽ ഇവൻ എന്നെ പിടിച്ച് കെട്ടി. നമ്മളൊരു പശുവിനെ അഴിച്ചിട്ട പശു എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പശുവിനെ അഴിച്ചിട്ട് എന്താ ഉണ്ടാവുക? അതിന് ബെല്ലും ബ്രേക്കൊന്നുമില്ല, അത് ഇവൻ്റെ ഭൂമിയാണ്, അപ്പുറം വേലിയുടെ അപ്പുറം ഇതാണ്, ഇവിടെ സർവേകല്ലുണ്ട്, പശു സർവേകല്ലിൻ്റെ ഇപ്പുറന്ന് കടിക്കാം അപ്പുറത്ത് കടിക്കാം, അത് നടന്ന് കടിക്കും, കുഴപ്പമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പശുവിനെ ഒരു കയറുപയോഗിച്ച് ഒരു കുറ്റിയുമേ കെട്ടിയിടും. അതുപോലെ മനസ്സാകുന്ന പശു ഭയങ്കര കുറുമ്പി പശുവാണ്, അതെവിടേക്കാണ് മേയാന്ന് അതിന് തന്നെ ഒരു പിടിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജപത്തിൻ്റെ കയറുമ്പോൾ തൽക്കാലം അതിനെ കെട്ടിയിടുക. അങ്ങനെ കെട്ടിയിടുമ്പോൾ പശു എന്ത് ചെയ്യും? സാധാരണ പശുക്കൾ ചെയ്യുന്നൊരു കാര്യം കണ്ടിട്ടില്ലേ? അതിങ്ങനെ മനസ്സിൽ ചിന്തിച്ചാൽ മതി, രസകരമായൊരു ഉപമയെ. അത് സാധാരണ പശു എന്താ ചെയ്യുക? അതിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി 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 അവസാനം അനങ്ങാൻ പറ്റാണ്ട് ഈ കുറ്റിയോട് ചേർന്നത് ഇങ്ങനെ വന്ന് നിൽക്കും. നമ്മളതിനെ അഴിച്ചുകൊണ്ടിരാൻ ചെല്ലുമ്പോൾ കാണാം അനങ്ങാൻ പറ്റാതെ നിൽക്കണം. നീ എന്ത് പണിയടി കാണിച്ചതെന്ന് ചോദിച്ച് നമ്മളതിനെ അഴിച്ചുകൊണ്ട് വരും. ഇതുപോലെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മുടെ ഈ മേയാൻ പോണ പശു ഇല്ലേ, കണ്ടവരുടെ പുല്ല് കടിക്കാനൊക്കെ പോയിട്ട് തല്ലും കൊണ്ടുവരേണ്ട പശു, അടികൊണ്ട് വരും പശു. ആ പശുവിനെ പിടിച്ച് എന്ത് ചെയ്യണം? ഈ മറ്റിടത്ത് പരവശനായിട്ട് മേയാൻ പോകുമ്പോഴാണ് അടിയിട്ടുക. അത് കിട്ടി വേദന എടുത്ത് അയ്യോ ഞാൻ എവിടെയും പോവില്ല എന്ന് പറയും. അപ്പോൾ കാണാം പച്ചപ്പുല്ലിൻ്റെ മണം വരുന്ന ഉടനെ ഇറങ്ങുകയും. അതുകൊണ്ട് എന്ത് വേണം? ജപത്തിൻ്റെ കയറുമേ, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതുമ. ജപത്തിൻ്റെ കയറ് എനിക്ക് സൗകര്യമായിട്ട് തോന്നിയിട്ടുള്ളത്, അതുമ പിടിച്ച് കെട്ടിയിട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ കറങ്ങി 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 എവിടെ വരും? കുറ്റിമ വരും. പിന്നെ അനങ്ങാൻ പറ്റില്ല. കുറ്റിമ വരുമ്പോൾ പശുവിനെ നിങ്ങൾ അഴിച്ച് തൊഴുത്തിലേക്ക് കൊണ്ടുവന്നോളൂ. മനസ്സാകുന്ന പശുവിനെ എന്ത് ചെയ്താൽ മതി? അവിടെ നിൽക്കുക, നീ അവിടെ നിൽക്കുക. പക്ഷെ ഇത് പെട്ടെന്ന് 2 ദിവസം ജപിച്ചുകൊണ്ട് പശു കുറ്റിയുടെ അറ്റത്തേക്ക് വരില്ല. ഇത് കയറ് കുറേ നീളമുണ്ട്. ഇതാണ് ശൈവ സിദ്ധാന്തത്തിലെ പശുപതി പാശം. വളരെ ആപ്റ്റായിട്ടുള്ളൊരു സങ്കല്പമാണ് ശൈവ സിദ്ധാന്തത്തിലെ ബേസിക് തിയറി. അത് നമ്മൾ പശുക്കൾ, പതി ശിവൻ, നമ്മളെ കെട്ടിയിട്ടുള്ള കർമ്മ പാശം. അപ്പോൾ ആ പാശം കൊണ്ട് പാശം ഇങ്ങനെ നീട്ടിയിട്ടിരിക്കുക. എവിടെ വേണമെങ്കിൽ പൊക്കോ, വേണമെങ്കിൽ എന്ത് ചെയ്യാം? തിരിച്ച് പതിയിലേക്ക് വരാം, ശിവനാകുന്ന പതിയിലേക്ക് വരാം. പക്ഷെ കയറിൻ്റെ നീളം ഉണ്ടെങ്കിൽ കണ്ടിട്ടില്ലേ പശുക്കളുടെ ശീലം? അതിൻ്റെ അറ്റം വരെ ചെന്നിട്ട് മേയും. പക്ഷേ ആ നീളം നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് പതിയാകുന്ന കുറ്റിയോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? അയച്ചു വിടരുത്. അതുകൊണ്ട് ജപിക്കുക എന്ന് പറയുന്നൊരു കയറാണ് നിങ്ങൾ ഈ പശുവിനെ കെട്ടാൻ ഉപയോഗിക്കുന്നെങ്കിൽ എന്ത് വേണം? നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. 2 ദിവസം ജപിച്ചു, ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാവാന്ന് വിചാരിച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് കൊട്ടുന്നതിൻ്റെ 4 ഇരട്ടി പശു പോയിട്ടുണ്ടാവും. വിവരം മനസ്സിലായല്ലോ? അപ്പോൾ നാളെ തുടങ്ങി ജപിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പട്ടം ആകാശത്ത് പറപ്പിക്കുന്നുണ്ട്, ആ പട്ടത്തിൻ്റെ നിയന്ത്രണം വേണമെങ്കിൽ എന്ത് വേണം? ആ ചരട് നമ്മുടെ കയ്യിൽ വേണം. അതുപോലൊരു ചരട് കെട്ടിയിട്ടുള്ളൂ, ഒരു കയറ് കെട്ടിയിട്ടുള്ളൂ. ജപമാകുന്ന കയറ്, ഒരു മന്ത്രമാണെങ്കിൽ അത്, സഹസ്രനാമാണെങ്കിൽ അത്, എന്തെങ്കിലും ഒരു കയറ്. ഈ കയറ് നമുക്ക് എവിടെയും ഉപയോഗിക്കാം. അത് വിചാരിച്ചിട്ട് ഇനി നാളെ ഓഫീസിൽ പോകുമ്പോൾ കയറും കൊണ്ട് പോകരുത്, ഇത് എന്ത് പറ്റിയെന്ന് വിചാരിക്കുക. അതല്ല, ആ കയറല്ല. ഏത് കയറാണ്? മനസ്സിനെ നിയന്ത്രിക്കുന്ന പശുവിനെ കെട്ടിയിടേണ്ടതായിട്ടുള്ള കയറ്. ശിവസ്തവത്തിലും ഗുരുദേവൻ്റെ കൃതികളെടുത്ത് അതിൽ നിന്ന് ഇഷ്ടം പോലെ ഉദ്ധരിക്കാനുണ്ട്. എല്ലാറ്റിലും ഗുരു തന്നെ പറഞ്ഞിട്ടുള്ളത്. ജപപടമംഗമാമിതിരുന്നു ജപിക്കുകിലിങ്ങും ഉപരതി വന്ന് ചേരും അകതാരിരൊരിമ്പമതാം. ഒരു ശിവശതത്തിൽ പറയുന്നുണ്ട്, ശിവസ്തവം അഥവാ പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്ന സ്തോത്രകൃതിയിൽ പറയുന്നുണ്ട്, ജപപടം അംഗമാം ഇതിലിരുന്ന് ജപിക്കുകിൽ. എന്ത് വേണം?
ജപിക്കണം. ജപിച്ചു കഴിഞ്ഞാൽ ഉപരതി വന്നു ചേരും. ഉപരതി എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ നമുക്ക് നമ്മുടെ കൺട്രോളിലാക്കാൻ പറ്റും. ഇപ്പം നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ പറ്റിയത് ഈ വഴിയാണ്. അത് ജീവിതത്തിൻ്റെ ഏത് തരത്തിലും ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴും ചെയ്യാം, ബസ്സിലിരിക്കുമ്പോഴും ചെയ്യാം, ട്രെയിൻ കയറുമ്പോൾ ജപിക്കേണ്ട. അപ്പോൾ ചിലപ്പോൾ വണ്ടി വിട്ടു പോകും. കയറി അകത്ത് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നാൽ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ജപിക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ കയറ് സ്ഥിരമായിട്ട് നിങ്ങൾ കയ്യിൽ പിടിച്ചു. ഒരു നിലയ്ക്കും ഈ പശുവിനെ മേയാൻ വിടരുത്. വിട്ടാൽ പിന്നെ എന്തറിയാൻ പറ്റില്ല? എല്ലാം പ്രതിബന്ധവും. നിജസ്മൃതിക്ക് മാത്രമേ ഈ പ്രതിബന്ധങ്ങളെ അകറ്റാൻ സാധിക്കുകയുള്ളൂ. അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നതിനില്ല നീതിഹാനി. നിജസ്മൃതിക്ക് മാത്രമേ ഈ വിഷയങ്ങളാകുന്ന പ്രതിബന്ധങ്ങളെ മാറ്റിക്കളയാൻ പറ്റൂ. അതിവിശദ സ്മൃതിയാൽ, അതിവിശദമായിട്ട് നിജസ്മൃതി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ കുഞ്ഞ് ശരീരത്തിൻ്റെ അകത്തിരുന്നു കൊണ്ടുള്ളതല്ല സ്മൃതി. നിജസ്മൃതി എന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞിട്ടുണ്ട് നിജസ്മൃതിയെ എപ്പോഴും വേണമെന്ന്. അപ്പോൾ കണ്ണാടിയിൽ കാണുന്ന രൂപം ഇങ്ങനെ നോക്കിയിട്ട് അതിനങ്ങനെ അകത്താക്കി അതിനെയല്ല സ്മരിക്കേണ്ടത്. നിജസ്മൃതി എങ്ങനെയാ? അതിവിശദ സ്മൃതി. നിജസ്മൃതിക്ക് അതിരില്ല. കാര്യം മനസ്സിലായില്ലേ? നിജസ്മൃതി എന്ന് പറയുമ്പോൾ ഗീതാസുരാജ് എന്ന് പറയുന്ന എൻ്റെ ഈ രൂപത്തെ അല്ല ഞാൻ സ്മരിക്കേണ്ടത്, നിജം. ഈ രൂപം അസത്യമാണ്, നിജല്ല. ഈ രൂപം നിജല്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇത് നഷ്ടപ്പെടും. ഇതിനടിയിലിരിക്കുന്ന ഒരു സത്തയുണ്ട്, ഒരു ഉണ്മയുണ്ട്. ആ ഞാൻ എന്ന് പറയുന്ന ഉണ്മയെ എന്ത് ചെയ്യണം? ആ ഉണ്മയ്ക്ക് അതിരുകൾ ഇല്ല. ഇപ്പം നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് മുഴുവൻ ഈ ശരീരപരിധിക്കകത്തിരുന്നുകൊണ്ടാണോ? അല്ലല്ലോ. ഞാൻ എവിടെയുള്ളത്? ഈ ശരീരത്തിന് പോസ്റ്റ്മോർട്ടം നടത്തിക്കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റുമോ? ഈ കാണുന്ന ആന്തരാവയവങ്ങൾ എവിടെയെങ്കിലും ഞാനുണ്ട്? എൻ്റെ സ്റ്റൊമക്കിനകത്ത് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ ഹാർട്ടിനകത്ത് ഞാൻ, എൻ്റെ ലിവറിനകത്ത് ഞാനുണ്ടാവും. എപ്പോഴാണ്? നല്ല സാധനങ്ങളൊക്കെ സേവിച്ച് കഴിയുമ്പോൾ ലിവറിനകത്ത് അതിൻ്റെ അടയാളം കാണും. മിക്കവാറും ഉണ്ടാവില്ല, ദ്രവിച്ചൊക്കെ പോയിട്ട്. അതല്ലെങ്കിൽ ചെറുകുടലിനകത്ത് ഞാൻ എവിടെയില്ല. അപ്പോൾ ഞാൻ എന്തില്ല? പരിധിയില്ല. അതാണ് അതിവിശദ സ്മൃതി. നിജസ്മൃതി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ്? നിജസ്മൃതി എന്ന് പറഞ്ഞാൽ കുഞ്ഞുസ്മൃതി എന്നല്ല അർത്ഥം. നിജസ്മൃതിയെ ശരിക്കും നമ്മൾ വിലയിരുത്തുമ്പോൾ എന്താണ്? അതിവിശദ സ്മൃതി. അതിരുകളില്ലാത്ത സ്മൃതിയാണ്. ഇതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നതിനില്ല നീതിഹാനി. ആ സ്മൃതി വന്നാൽ അതീതമായ ഈ വിദ്യാനിധി, ഗുരുതിന് ഉപയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ ഭയങ്കര രസ. അതീതമായ വിദ്യാനിധി നിങ്ങൾക്ക് തെളിയുന്നതിന് യാതൊരുവിധ നീതികേടും ഇല്ല. നേരത്തെ ഗുരു എന്ത് പറഞ്ഞു? ജ്ഞാനിയുടെ പരമരഹസ്യം നിങ്ങൾക്കാർക്കും അറിയാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഗുരു പറഞ്ഞു. നമ്മളെങ്ങനെയുള്ളവരാണ്? പരവശന്മാർ. നിങ്ങൾ ആ കാര്യകാരണ ബന്ധസഹിതം ചിന്തിച്ചോളൂ. ജ്ഞാനിയുടെ രഹസ്യം നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ പരവശന്മാരാണ്. പരവശന്മാരാണ് എന്ന് പറഞ്ഞ് നമ്മളാരും നിരാശപ്പെടണ്ട. നമ്മൾ എന്ത് ചെയ്യണം? ഈ നിജസ്മൃതി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രതിബന്ധങ്ങളെ അകറ്റണം, അതിനെ നിരാകരിക്കണം. നിജസ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതിവിശദ സ്മൃതിയാണ്. ആ അതിവിശദ സ്മൃതി നിങ്ങൾക്ക് കൈവന്നാൽ ഇത് അതീവ രഹസ്യമായിട്ട് ഗുരു നേരത്തെ വിശേഷിപ്പിച്ച അതീത വിദ്യാനിധി, അതൊരു നിധിയാണ്. അതീത വിദ്യാനിധി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കോളേജിൽ നിന്ന് ഡിഗ്രി എടുക്കുന്ന ആ വിദ്യാനിധിയല്ല. ഏതാണ് അതീത വിദ്യാനിധി? സകലവിധ ഉപാധികൾക്കും അപ്പുറത്ത് നിൽക്കുന്നതായ ആ വിദ്യയാകുന്ന നിധി നിങ്ങൾക്ക് കിട്ടും. അതിനില്ല നീതിഹാനി. അതിനൊരിക്കലും നീതിഹാനി സംഭവിക്കുന്നില്ല. എന്താ ഈ നിധി കിട്ടുക എന്ന് പറഞ്ഞാൽ? സാധാരണ നിധി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? കടയിൽ പോയിട്ട് മിഠായി വാങ്ങുന്ന പോലെ നിധി വാങ്ങാൻ പറ്റില്ല. നിധി കിട്ടണമെങ്കിൽ ഭൂമി കുഴിക്കണം. കാരണം പണ്ടുള്ളവർ ഒക്കെ ബാങ്കില്ല, ലോക്കറില്ല, ഒന്നുമില്ല. അപ്പോൾ പണ്ട് പല വിധത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ എവിടുന്ന് സ്ഥലം വിട്ട് പോകേണ്ടി വരുമ്പോൾ പണ്ടത്തെ ആളുകൾ ചെയ്തിരുന്നത് അവർക്കുള്ളതെല്ലാം ഒരു കുടത്തിലാക്കിയിട്ട് അത് വായ മൂടിക്കെട്ടി ഭൂമിയുടെ അടിയിൽ കുഴിച്ചിടും. ഇതാണ് നമുക്കിന്ന് കിട്ടുന്ന നിധികൾ. പക്ഷെ ആ നിധി കിട്ടണമെങ്കിൽ എന്ത് വേണം? ബുദ്ധിമുട്ടണം, ഭൂമി കുഴിക്കണം. അതുപോലെ
കുഴിക്കണം എന്ന് പറഞ്ഞ് നാളെ തുടങ്ങി അതീത വിദ്യാനിധി ഇതുവിടെ ഇരിപ്പുണ്ട് അത് കുഴിച്ചു നോക്കാമെന്ന് വിചാരിക്കരുത്. എവിടെ കുഴിക്കണം എന്നാണ് പറയണത്? ഇത് കുഴിക്കാനായിട്ട് വാക്കത്തിയും വെട്ടോത്തിയും വികാസമൊന്നും വേണ്ട. എവിടെ ഇരിക്കുന്നത്? ഇത് അകത്ത് അതീത വിദ്യാനിധി. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കുഴിക്കണം. കുഴിക്കണം എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരം, പ്രാണശരീരം, മനോമയ ശരീരം, ബുദ്ധിമയ ശരീരം ഒക്കെ അങ്ങനെ മാറ്റി 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 ആ ആനന്ദ സ്വരൂപത്തിൽ എത്തണം. ആനന്ദ സ്വരൂപത്തിൽ എത്തുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ആ ഇതാണ് അല്ലേ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതിരുകളില്ലാതെ നിറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ശ്ലോകം കൂടി എടുത്ത് നമുക്ക് നിർത്താം. ഒരു കുറി നാം അറിയാത്തതൊന്നും ഇങ്ങ് ഇല്ല, ഉരുമറവാൽ അറിവില്ല, ഉണർന്നതെല്ലാം അറിവവരില്ല, അതിരറ്റതാകയാലി അരുമയെ ആരറിയുന്നു ഹോ വിചിത്രം. ഗുരു എന്തെല്ലാം പേരിട്ട് അതിനെ വിളിക്കണം നോക്കി. അതീത വിദ്യാനിധി എന്ന് പറഞ്ഞു. ഇതിലെന്താ പറയുന്നത്? എരുമയല്ല കേട്ടോ. ഇനി ഇത് വായിക്കുമ്പോൾ എരുമയെ ആരറിയുന്നു എന്ന് വായിച്ചേക്കരുത്. അത് എരുമയല്ല, അരുമ. അരുമ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ഒരുപാട് സ്നേഹം തോന്നുന്നതാണ് നമ്മുടെ അരുമ. എരുമയോടും സ്നേഹം തോന്നാം നമ്മൾ വീട്ടിൽ വളർത്തുന്ന എരുമയോട്. പക്ഷെ അരുമ എന്നുള്ള വാക്ക് അതല്ല. ആ അരുമയെ ആരറിയുന്ന ഹോ വിചിത്രം. ഗുരു തന്നെ അത്ഭുതപ്പെടുകയാണ്. ഈ അതീത വിദ്യാനിധിയാകുന്ന അരുമയെ ആർക്കാണ് അറിയാൻ സാധിക്കുക എന്ന് വെച്ചാൽ ആർക്കും അറിയാൻ, സാധാരണ നിലയ്ക്ക് ആർക്കും അറിയാൻ സാധിക്കുകയില്ല. ഒരു കുറി ഒരു വിധത്തിൽ ചിന്തിച്ചാൽ, ഗുരു എല്ലാ വിധത്തിലിരുന്ന് ചിന്തിക്കുകയാണ്. ഒരു വഴിക്ക് മാത്രമല്ല പോകുന്നു. ഒരു കുറി നാം അറിയാത്തത് ഒന്നും ഇങ്ങ് ഇല്ല. നമ്മളറിയാത്ത ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല. എല്ലാറ്റിനെയും നമുക്ക് അറിയാൻ സാധിക്കും. ഇങ്ങില്ല. പക്ഷേ ഒരു മറവാൽ, ഒരു വലിയ മറ കൊണ്ട് അറിവില ഉണർന്നതെല്ലാം. അതിനെ നമുക്ക് നമ്മളിൽ അതുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഈ മായ വന്നിട്ട് അതിനെ മറച്ചു വച്ചിരിക്കുന്നു. അങ്ങനെ മറച്ചു വെച്ചത് കൊണ്ട് ഒരു വിധത്തിൽ നമുക്ക് അതിനറിയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. അല്ല, ഒരു വിധത്തിൽ നാം അത് അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ നടക്കുന്നത് അല്ലേ? നമ്മൾ അതിനറിയാത്ത ഒരു നിമിഷം പോലും ഇല്ല. കാരണം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൊരു നിമിഷം പോലും ഇല്ല എന്ന് പറഞ്ഞത്, ഈ കൈ ഇങ്ങനെ ഒന്ന് അനക്കിയത്, ഇതൊക്കെ ഏതുള്ളതുകൊണ്ടാണ്? അതുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ അതിനെ നമ്മൾ ആരും അറിയാതിരിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നാം അതാണ് എന്ന് തിരിച്ചറിയാത്തത്? ഒരു മറവാൽ, ഒരു വലിയ മറ വന്നിട്ട് ആ സത്യത്തെ മൂടി വച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മളതറിയാത്തത്. ഉണർന്നിതെല്ലാം അറിവവരില്ല. എന്തുകൊണ്ടറിയുന്നില്ല നമ്മളത്? നമുക്കെല്ലാം അറിയാം. നമ്മൾ ഓരോ നിമിഷം ജീവിക്കുന്നത് ഈ അറിവിൻ്റെ സാന്നിധ്യത്തിലാണ്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. എന്തുകൊണ്ട്? ഒരു മറവ് ഉള്ളത് കൊണ്ട്. ഒരു വലിയ മറവ് വന്ന് അതിനെ മാറ്റി നിർത്തുന്നതുകൊണ്ട്. മാറ്റി നിർത്തുകയല്ല, നമുക്കറിയാൻ കഴിയാത്തത്. ഉണർന്നതൊക്കെ ഇത് തന്നെയാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അതിനാൽ ഈ അരുമയെ ആരറിയുന്ന ഹോ വിചിത്രം. നമുക്കെല്ലാം ഏറ്റവും അരുമയായിട്ടുള്ള, ലോകത്തിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടതാരാ നമുക്ക്? ആരാ? ആലോചിച്ച് നോക്കി. നമ്മുടെ മക്കളെക്കാട്ടിലും, നമ്മുടെ സ്വത്തിനെക്കാട്ടിലും, നമ്മുടെ ഫ്രണ്ട്സിനെക്കാട്ടിലും, എല്ലാറ്റിനെക്കാട്ടിലും നമുക്ക് പ്രിയപ്പെട്ടത് എന്താ? ഗുരു ആദ്യം പറഞ്ഞു. മറന്നോ? ആത്മപ്രിയം അല്ലേ? ആ പ്രിയത്തിൽ കവിഞ്ഞ് ഒരു പ്രിയവും നമ്മളില്ല. നമ്മുടെ അരുമയാണത്. അരുമ എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രിയപ്പെട്ടതാണ്. പക്ഷേ അരുമയെ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. അത്രയും പ്രിയപ്പെട്ടതാണ്, പക്ഷെ അതിനെ നമ്മൾ ആരും കാണുന്നില്ല. എന്തുകൊണ്ടാണ് കാണാത്തത്? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഗുരു പറഞ്ഞ അനുഭവശാലികളാണ്. നമ്മളിത് അറിയുന്നുണ്ട്. പക്ഷേ ഒരു മറവ് കൊണ്ട് ഈ അരുമയാണ് ഞാൻ എന്ന് നമ്മളാരും തിരിച്ചറിയുന്നില്ല. അതിൻ്റെ അഹോ വിചിത്രം. ഗുരു തന്നെ അത്ഭുതപ്പെടുകയാണിത്. ഭയങ്കര വിചിത്രമായിരിക്കുന്നു. നമ്മൾ തന്നെയാണ് അത്. ആണ് എന്നുള്ള സത്യം നമുക്കാർക്കും അറിയാൻ സാധിക്കുന്നില്ല.